ഞാൻ മിണ്ടത്തില്ല. എന്ത് പറയും? അയ്യോ അതൊക്കെ വലിയ ബുദ്ധിമുട്ട്, നിന്നെ കൊണ്ട് വന്ന കാര്യങ്ങളാണ് പറയത്തില്ലേ? അപ്പൊ ഇതിന്റെ പ്രത്യേകത ആരോഗ്യ സമ്പത്തും ഒരുപോലെ കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ കമ്പനിയുടെ വെസ്റ്റിജ് എന്നാണ്. വെസ്റ്റിജ് എന്ന് പറഞ്ഞാൽ ഒരു സ്വന്തമായിട്ട് പ്രൊഡക്റ്റ് നിർമ്മിക്കുന്നു, അവർ തന്നെ മാർക്കറ്റ് ചെയ്യുന്നു. ഞാൻ ആദ്യം പറഞ്ഞില്ല ഇടനിലക്കാരൻ പരസ്യമില്ലാണ്ട് അതുപോലെ മാർക്കറ്റ് ചെയ്യുന്ന കമ്പനിയാണ്. ആ മേഖലയെ പറയുന്ന പേര് ഡയറക്റ്റ് സെല്ലിംഗ് എന്നാണ്. ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്തത് 2004 അപ്പൊ ഇപ്പൊ എത്രയും 20 വർഷം കഴിഞ്ഞ കമ്പനിയാണ്. ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വെറും 10 പ്രൊഡക്റ്റുകൾ ഉണ്ടായിരുന്നു. എത്ര പ്രൊഡക്റ്റ്? ഇപ്പൊ പ്രൊഡക്റ്റ് എന്ന് പറയും 400-ൽ കൂടുതൽ പ്രൊഡക്റ്റുകളുണ്ട്. സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് 2 ഓഫീസുള്ളൂ, ഇപ്പൊ 4000-ൽ കൂടുതൽ ഓഫീസുകളുണ്ട്. സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് 6 കസ്റ്റമേഴ്സ് ഉള്ളൂ, ഇന്ന് 3 കോടി കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പൊ 20 വർഷമായ കമ്പനിയാണ്, നിലനിൽക്കുന്ന കമ്പനിയാണ്. ഈ കമ്പനിക്ക് ഏകദേശം 3000 കോടി ടേൺ ഓവറുള്ള കമ്പനിയാണ്. 7 വിദേശ രാഷ്ട്രങ്ങളിൽ ബിസിനസ്സുള്ള ഒരു മൾട്ടിനാഷണൽ ഇന്ത്യൻ കമ്പനിയാണ് വെസ്റ്റിജ് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ നമ്പർ 1 ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണ്. ഞാൻ പറഞ്ഞു ഇടനിലക്കാരും പറിച്ചില്ലാണ്ട് നേരിട്ട് പുറത്തു വരുന്ന രീതിയിലുള്ള കമ്പനിയാണ്. ഇത് ലോകത്തിലേക്ക് ലീഡിംഗ് ആയിട്ട് നിൽക്കുന്ന 100 കമ്പനി എടുത്തു നോക്കുമ്പോൾ 38ാം സ്ഥാനത്ത് വരുന്ന ഒരേ ഒരു ഇന്ത്യൻ കമ്പനിയാണ് വെസ്റ്റിജ്. ഇത്ര എടുത്തു പറയാൻ റീസൺ എന്താണെന്ന് അറിയുമോ? ഞാൻ ആദ്യം പറഞ്ഞില്ലായിരുന്നു, നമ്മൾ കിടന്നുറങ്ങുമ്പോൾ ഒരു വരുമാനം ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഇൻകം സോഴ്സ് ആണ്. കമ്പനി വേണ്ടേ? പിന്നെ നമ്മുടെ വരും തലമുറ കൈമാറാൻ പറ്റിയ ബിസിനസ് ആണ്. അതിനകത്ത് വേണം കമ്പനി വേണം. ഓക്കെ, അപ്പൊ ഇന്നലെ ഉണ്ടായ കമ്പനിയോ നാളെ പോകാൻ പോണ കമ്പനിയല്ല. ഓക്കെ, ഇതാണ് കമ്പനിയുടെ MD മിസ്റ്റർ ഗൗതം ഭായ്. ഈ മേഖലയിൽ ഏകദേശം 40 വർഷത്തെ എക്സ്പീരിയൻസ് വ്യക്തിത്വമാണ്. ഇതിന് 3 പേരും കൂടെ ജോയിന്റ് വെഞ്ചറാണ് വെസ്റ്റ് എന്ന് പറഞ്ഞത്. ഈ കമ്പനിക്ക് ഇതിന്റെ പ്രവർത്തനത്തിന് ഒരുപാട് അവാർഡുകൾ റെക്കഗ്നേഷൻ കിട്ടിയിട്ടുണ്ട്. ഏറ്റവും ബെസ്റ്റ് CEO അവാർഡ്, ഏറ്റവും നല്ല കമ്പനിക്കുള്ള അവാർഡ്, ഏറ്റവും നല്ല പ്രൊഡക്ട്സുകൾക്ക് അവാർഡ്, പിന്നെ ഏറ്റവും ഗ്രേറ്റ് പ്ലേസ് ടു വർക്ക്, ഏറ്റവും നല്ലോണം വർക്ക് ചെയ്യാൻ പറ്റിയ സ്ഥലം എന്നൊരു അവാർഡ്. ചിലർ പറയത്തില്ലേ ഞാനിവിടെ വർക്ക് ചെയ്യുമ്പോൾ വളരെ സേഫ് ആണ്, എനിക്ക് എളുപ്പമാണ്. ചിലരെന്ത് പറയും ആ പണിയാണെങ്കിലും ഇവിടെ പറ്റുന്നില്ല അല്ലെന്ന് പറയത്തില്ലേ? അപ്പൊ ഏറ്റവും നല്ല വർക്ക് ചെയ്യാൻ പറ്റിയ അവാർഡ് കിട്ടിയിട്ടുണ്ട്. മോസ്റ്റ് ട്രസ്റ്റഡ് ബ്രാൻഡ് അവാർഡ്, ഏറ്റവും കൂടുതൽ വിശ്വസിക്കാൻ പറ്റിയ ബ്രാൻഡ് അവാർഡും കൂടി ഒക്കെ കിട്ടിയ കമ്പനിയാണ്. ഇനി എന്താണ് കമ്പനിയുടെ പ്രോഡക്റ്റുകൾ? ഞാൻ ആദ്യം പറഞ്ഞ കമ്പനി ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഹെൽത്ത് കെയർ, വെൽനസ് പ്രൊഡക്റ്റുകളാണ്. നമ്മുടെ ആരോഗ്യത്തോടെ ഇരിക്കാൻ പറ്റിയ പ്രൊഡക്റ്റുകളും സർവീസുകളാണ്. ശരിക്കും നമ്മുടെ എന്താ പറയാ ഈ മിനറൽ വാട്ടർ വെൽനസ് പ്രൊഡക്റ്റ് അല്ലേ ആണല്ലോ? സുംബ ഡാൻസ്, ജിംനേഷ്യം, ഇതൊക്കെ വെൽനസ് ആണ്. പറഞ്ഞോ, പണ്ട് കാണാറുണ്ട്. പണ്ടൊക്കെ എന്റെ ചെറുപ്പകാലത്ത് ഞാനൊരു അന്ന് ബുക്ക് സ്റ്റോളൊന്നുമില്ല, സാധാരണ രീതിയിൽ ഒരു കടയിലൊക്കെ ചെല്ലുമ്പോൾ ബാലരമ, അമർ ചിത്രകഥ, നാനാ ചിത്രഭൂമിയൊക്കെ ആയിരുന്നു. ഇന്ന് തന്നെ ഏറ്റവും കൂടുതൽ എന്താണ്? ആരോഗ്യ മാസികകളോ ഏതെങ്കിലും സിനിമയുടെ പ്രസവം കഴിഞ്ഞു തടി കുറച്ചു. അതെന്താ കാരണം നമുക്ക് പറയണം അല്ലെ? അതല്ലേ എന്താ ഏറ്റവും വലിയ കാര്യം അല്ലെ? അന്ന് ആരോഗ്യ പ്രശ്നങ്ങൾ കൂടിയോണ്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റുകളൊക്കെ ഹെൽത്ത് കെയർ പ്രോഡക്റ്റുകളാണ്. അതൊക്കെ മേടിച്ച് ഉപയോഗിക്കാൻ പറ്റിയ വിലയുള്ളൂ. മേടിച്ച് ഉപയോഗിച്ചിട്ട് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ പൈസ എങ്ങനെ തിരിച്ചു വരും, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. അടുത്ത കാര്യം, മണി ബാക്ക് ഗ്യാരണ്ടി കൂടാതെ ഇന്റർനാഷണൽ ക്വാളിറ്റി പ്രോഡക്റ്റ്. ഇന്ന് ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന സെയിം പ്രോഡക്റ്റ് ആണ് കമ്പനി ദുബായിൽ യൂസ് ചെയ്യുന്നത്. ഇവിടുത്തെ ചായ ആണോ ദുബായിൽ? അല്ല. അവിടേക്ക് കൊണ്ടുപോയി മാർക്കറ്റ് ചെയ്യണമെങ്കിൽ ഇനി ഈ മുനമത്ത് പിടിക്കുന്ന മീൻ ആദ്യം ചെല്ലുന്നത് എവിടെയാണ് നമുക്ക് കിട്ടണത്? അവിടുത്തെ ലക്ഷ്യം ഇവിടുത്തെ ലക്ഷ്യം വേറെയാണ്. പറഞ്ഞു അവിടുത്തെ ടൈഗർ ഫാമും ഇവിടുത്തെ ടൈഗർ ഫാമും വേറെയാണ്. അപ്പൊ എല്ലാ വ്യത്യാസമുണ്ട്. പിന്നെ പ്രത്യേകത അത് ഇന്റർനാഷണൽ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ആ കമ്പനി ആ ലെവലിലുള്ള ക്വാളിറ്റി പ്രൊഡക്റ്റുകളാണ് നമുക്ക് തരുന്നത്. ഓക്കെ, ഇനി എന്തൊക്കെയാണ് നമ്മുടെ പ്രോഡക്റ്റുകൾ എന്ന് പറഞ്ഞാൽ കമ്പനിക്ക് 19 കാറ്റഗറി പ്രൊഡക്റ്റുകളുണ്ട്. ആ സെഗ്മെന്റ് ജസ്റ്റ് എന്താണെന്ന് പറയാം. ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് അസ്ഥിതേമാനം, ജോയിന്റ് പെയിൻ അങ്ങനെയൊക്കെ ഇല്ല എല്ലാവർക്കും. ഏറ്റവും കൂടുതൽ ലേഡീസിനാണ് സ്വർണ്ണം അല്ലേ? അല്ലേ? 40 കഴിഞ്ഞ് മിക്ക ആളുകൾക്ക് ഈ സ്റ്റെപ്പൊക്കെ കയറുമ്പോൾ ഈശ്വരവിശ്വാസം അല്ലെങ്കിൽ കർത്താവെ എന്ന് വിളിക്കാൻ കേട്ടിട്ടുണ്ടോ? എന്തുകൊണ്ടാണ്? വയ്യ. ഇപ്പൊ ഒരു അങ്ങനത്തെ ഒരു അസുഖമായിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ ആ നീര് കുറയ്ക്കാനും വേദന കുറയ്ക്കാൻ പറ്റിയ ഗുളിക മാത്രമേ കിട്ടത്തുള്ളൂ. സ്വർണ്ണം കുറെ നാൾ കഴിയുമ്പോൾ മുട്ടു മാറ്റി വെക്കൽ ശസ്ത്രക്രിയ ആണല്ലോ, ഓപ്പറേഷൻ ഇല്ലാണ്ട് പറ്റില്ല. പക്ഷെ അതിന് ബെസ്റ്റ് പ്രോഡക്റ്റുകളുണ്ട്. കാൽഷ്യം വളരെ അത്യാവശ്യമാണ് എല്ലിനും പല്ലിനും. അതുപോലെ ഗ്ലൂക്കോസമൈൻ, നമ്മുടെ ശരിക്കും അസ്ഥികൾ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഇതിൻ്റെ ഉള്ളിൽ മജ്ജയുണ്ട്, അതിൻ്റെ ഉള്ളിൽ ഫ്ലൂയിഡ് ഉണ്ട്. സ്വർണ്ണം. പിന്നെ ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്ക് ബോഡി വെയിറ്റ് കൂടുതലാണ്. അപ്പൊ ഇപ്പൊ എന്തായിരിക്കും സംഭവിക്കണേ? ഇത് താങ്ങാൻ വേണ്ടി പറ്റത്തില്ല സ്വർണ്ണം. പിന്നെ പോഷകസമ്പന്നമായ ആഹാരം കഴിക്കുന്നില്ല, ഇതിങ്ങനെ ഡാമേജ് ആയിട്ട് പോകും. തരുണാസ്ഥി എന്ന് പറയും. ഈ ചെവി, മൂക്ക് ഒക്കെ തരുണാസ്ഥിയാണ്. അത് രണ്ടാമത് റീബിൽഡ് ചെയ്യണമെങ്കിൽ അതിന് പോഷകസമ്പന്നമായ ആഹാരം കഴിക്കണം. ഇത് നല്ല ഞണ്ടിന്റെ മജ്ജയിൽ നിന്നെടുത്ത പ്രൊഡക്റ്റാണ്. അപ്പൊ തരുണാസ്ഥി രണ്ടാമത് റീബിൽഡ് ചെയ്യും. ബെസ്റ്റ് റിസൾട്ട് ആയിരിക്കും. ഈ കഴുത്തിലൊക്കെ ഇങ്ങനെ ഒരു സ്ഥാനം ഇട്ടുണ്ടെങ്കിൽ അങ്ങനെ കണ്ടിട്ടില്ലേ? ഒരു നല്ല റിസൾട്ട് കിട്ടും. അസ്ഥിവർദ്ധനയ്ക്ക് നല്ലതാണ്. പിന്നെ കൊളാജൻ, ഇതിന്റെ ആ ലൂബ്രിക്കേഷൻ ഒക്കെ വർദ്ധിപ്പിക്കാനും പിന്നെ സ്കിന്നിന്റെ കാര്യത്തിലേക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് കൊളാജനാണ്. മമ്മൂട്ടി മോഹൻലാലൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സാധനം കൊളാജൻ. എന്തിനു വേണ്ടിയാണ്? സ്കിന്നിന്റെ ആന്റി ഏജിങ് ആണ്. ആ ചുളിവൊക്കെ മാറി കിട്ടും, നല്ല ക്ലാരിറ്റി ഉണ്ട്. ഓക്കെ, ഇനി ഡയബറ്റിക് കൺട്രോൾ ചെയ്യാൻ പറ്റിയ പ്രോഡക്റ്റ് ഉണ്ട്. ഇനിയും ആര്യപ്പിന്റെ എസൻസ് ആണ്. ഇന്ന് നിങ്ങൾ ഏറ്റവും കൂടുതൽ കാണുമ്പോൾ എല്ലാ വീട്ടിലും ഒരാൾ വെച്ചില്ലേ ഡയബറ്റിക് ആണോ അല്ലയോ? ഉണ്ടോ ഇല്ലയോ? എല്ലാത്തിനും തുടക്കമല്ലേ ഡയബറ്റിക് എന്ന് പറഞ്ഞാൽ. പിന്നെ ഇങ്ങനെ കണക്ട് ചെയ്ത് അസുഖങ്ങൾക്ക് പോകും. പിന്നെ നല്ല ആര്യപ്പിന്റെ എസൻസ് ഉണ്ട്, ഡയബറ്റിക് കൺട്രോൾ ചെയ്യാൻ നല്ലതാണ്. അതുപോലെ ആഹാരത്തിന് മുമ്പ് കഴിക്കാൻ പറ്റിയ ഗ്ലൂക്കോ ഹെൽത്ത് എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഉണ്ട്.
ഞാവലിന്റെ ഈ തോല് എന്താ പറയുക, പേരയുടെ ഇല എന്നൊക്കെ പറയാൻ ഒരു കൂട്ടാണ്. അപ്പോൾ അത് നമ്മുടെ പാൻക്രിയാസിനെ വീണ്ടും പ്രവർത്തനം ത്വരിതപ്പെടുത്താൻ സഹായിക്കും. ഈ ആര്യപ്പിന്റെ ഇല ബ്ലഡിലുള്ള രക്തം ശുദ്ധീകരിക്കാൻ ഏറ്റവും നല്ല ആര്യപ്പാണ്. അപ്പോൾ അത് ബ്ലഡിലുള്ള ഷുഗറിനെ പുറത്തേക്ക് കളയും. എവിടെയെങ്കിലൊക്കെ തടഞ്ഞിരിപ്പുണ്ടെങ്കിൽ ക്ലീൻ ചെയ്യാനൊക്കെ നല്ലതാണ്. അതുപോലെ പഞ്ചസാരയ്ക്ക് പകരമായിട്ട് ഉപയോഗിക്കുക മധുര തുളസി എന്ന് പറയുന്ന സസ്യന്റെ എക്സ്ട്രാക്ട് ഉണ്ട്. പഞ്ചസാരക്ക് പകരമായിട്ട് ഉപയോഗിക്കുക. പഞ്ചസാര നല്ലതാണോ ഉപയോഗിക്കുന്നത്? ആണോ? പഞ്ചസാര കരിമ്പിൻ ജ്യൂസ് നല്ലതാണ്. പക്ഷേ ഈ കരിമ്പിൻ ജ്യൂസിൽ നിന്ന് പഞ്ചസാര ഇന്ന് നമ്മൾ കാണുന്ന രീതിയിൽ എടുക്കുമ്പോൾ ഒരുപാട് കെമിക്കൽസ് ഒക്കെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താ പറയും, അതിന്റെ കാൽഷ്യവും ഫോസ്ഫറസും ഒക്കെ നഷ്ടപ്പെട്ടു. നമ്മുടെ ശരീരത്തിൽ എന്ത് തിന്നാലും ദഹിക്കണമെങ്കിൽ എന്ത് വേണം? ഈ കാൽഷ്യം ഫോസ്ഫറസ് അത്യാവശ്യമാണ്. അപ്പൊ ആമാശയം എന്ത് ചെയ്യും? എല്ലിന്നും വലിന്നും ഞരമ്പിന്നൊക്കെ വലിച്ചെടുക്കും. അതുകൊണ്ടാണ് ഓസ്റ്റിയോപ്രോസിസ് എന്ന് പറഞ്ഞ രോഗം ഏറ്റവും കൂടുതൽ ആർക്കാണ് ഉള്ളത്? ആണുങ്ങൾ പെണ്ണുങ്ങൾ. എന്തുകൊണ്ട് കാര്യം? അവര് മാത്രം മധുരം കഴിക്കുന്നതുകൊണ്ടല്ല. ലേഡീസിന് എല്ലാ മാസം പീരീഡ്സ് ഉള്ളപ്പോൾ ആ ബ്ലഡിലൂടെ ഒരുപാട് കാൽഷ്യവും അയണൊക്കെ പുറത്തേക്ക് പോകുന്നില്ലേ? ആണുങ്ങൾക്ക് അങ്ങനെ പുറത്തേക്ക് പോകുന്നില്ല. അതിനോടൊപ്പം ഇതും കൂടി സംഭവിക്കുമ്പോൾ അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ കൈകാൽ വേദന, ആമവാദം, ഞരമ്പ് സംബന്ധമായ അസുഖങ്ങൾ, കാലനക്കാൻ പറ്റുന്നില്ല, ഏറ്റവും കൂടുതൽ അസ്ഥി നിർവ്വഹണ രോഗമൊക്കെ വരാൻ കാരണം ഇതാണ്. ക്ലിയർ ആണോ? കാൽഷ്യത്തിലേക്ക് അഭാവം. അപ്പൊ അതിന് പറ്റിയ പ്രോഡക്റ്റുകളുണ്ട്. ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ, പ്രതിരോധശേഷി. ഏറ്റവും കൂടുതൽ ആളുകൾക്ക് എന്താ വേണ്ടത്? വിറ്റാമിൻ സി വേണം. എല്ലാ കൊഴുപ്പുള്ള മധുരമുള്ള എന്ത് കഴിച്ചാലും എന്ത് കിട്ടും? വിറ്റാമിൻ സി കിട്ടും. പക്ഷേ ഏറ്റവും റിച്ച് സോഴ്സ് ഓഫ് വിറ്റാമിൻ സി എന്ന് പറഞ്ഞാൽ നെല്ലിക്കയാണ്. നല്ല നെല്ലിക്കയുടെ എസൻസ് ഉണ്ട്. അതുപോലെ കറ്റാർ വാഴയുടെ എസൻസ് ഉണ്ട്. അതുപോലെ നമുക്ക് നല്ല സ്പൈറലിന, കടൽ പായലിന്റെ എക്സ്ട്രാ കംപ്ലീറ്റ് ഫുഡ് എന്നാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നത്. അത് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ശരീരത്തിന് ആവശ്യമായ എല്ലാ പോഷകങ്ങളും കിട്ടും. അതുപോലെ കൊളസ്ട്രോൾ, പശു പ്രസവിച്ച ആദ്യത്തെ മഞ്ഞപ്പാൽ കണ്ടിട്ടുണ്ടോ? പ്രതിരോധശേഷിക്ക് ഏറ്റവും നല്ലതാണ്. അതുപോലെ ഗ്രോത്ത് ഫാക്ടർ ഉണ്ട്. കുട്ടികൾക്ക് അലർജി, തുമ്മൽ, അവരുടെ വളർച്ചയ്ക്ക് ആവശ്യമായ എല്ലാ ഘടകങ്ങളും ഉള്ളതാണ്. അതുപോലെ വെസ്റ്റീജ് പ്രൈം എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട്. ഏറ്റവും കൂടുതൽ ആൾക്കാർ നിങ്ങൾ ശ്രദ്ധിച്ചറിയാൻ പറ്റും. ഒരു 40-50 അടിക്കുന്ന ആൾക്കാരെല്ലാം ഏറ്റവും കൂടുതൽ കുഴഞ്ഞു വീണ് മരിക്കുന്നു, സ്ട്രോക്ക് വരുന്നതും ഹാർട്ട് അറ്റാക്ക് വരുന്നു ആണല്ലോ. പ്രത്യേകിച്ച് കോവിഡിന് ശേഷം. കോവിഡിന് വാക്സിൻ എടുത്താൽ കോവിഡ് വന്ന ആളുകൾക്കൊക്കെ രക്തം കട്ട പിടിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. അതിനെന്ത് വേണം? omega-3, omega-6 ഒക്കെ വേണം. പണ്ടുള്ള ആളുകൾ നല്ല തവിടോട് ചേർന്ന് അരി കഴിച്ചിരുന്നു, മീൻ കുളികകളൊക്കെ ഉപയോഗിച്ചിരുന്നു. ചെറു മത്സ്യങ്ങൾ കഴിച്ചാലും കിട്ടും. ഇതിന് പറ്റിയ നല്ലൊരു ഫിഷ് ഓയിൽ ഉണ്ട്. അതുപോലെ പ്രോബയോട്ടിക്സ്, ദഹന സംബന്ധമായ കാര്യങ്ങൾ മാറാൻ നല്ല സീ ബാക്ടീരിയ, ആന്റി ഓക്സിഡന്റ് ആണ്. അതുപോലെ ഇത് ശരീരത്തിലുള്ള വിഷാംശങ്ങൾ പുറത്തേക്കളയാൻ മഞ്ഞളിന്റെ എക്സ്ട്രാക്ട് ഉണ്ട്. ക്യാൻസറിനെ പ്രിവെന്റ് ചെയ്യാൻ കുർക്കുമി ബെസ്റ്റ് പ്രൊഡക്റ്റ് ആണ്. അതുപോലെ കോശങ്ങളുടെ ടോക്സിൻസ് പുറത്തേക്ക് ഗ്യാനോഡെർമ, ഫൈബർ, നാരുകളുടെ അഭാവം മൂലമാണ് ഏറ്റവും കൂടുതൽ അസുഖങ്ങൾ വരുന്നത്. അതിന് പറ്റിയ പ്രോഡക്റ്റുകൾ. അതുപോലെ നമുക്ക് ബ്ലഡിലുള്ള അഴുക്കുകൾ പുറത്തേക്കാൻ ഫുഡ് പാച്ച് ഉണ്ട്. വെരിക്കോസ് വെയിൻ കണ്ടിട്ട് ചില ആളുകളുടെ കാലം ബെസ്റ്റ് പ്രൊഡക്റ്റ് ആണ്. നമുക്ക് കാലം പൊട്ടിച്ച് കഴിഞ്ഞാൽ ബ്ലഡ് മുഴുവൻ വലിച്ചു കളയും, പെട്ടെന്ന് റിക്കവർ ആവും. അതുപോലെ ഫിറ്റ്നസ് ആൻഡ് ഡയറ്റ്നസ്, അതായത് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ സപ്ലിമെന്റ് ചെയ്യാൻ സോയാബീൻ്റെയും മിൽക്കിൻ്റെയും കണ്ടന്റ് ഉണ്ട്. അതേപോലെ അമിത തടിയുള്ള ആൾക്കാരുടെ തടി കുറയ്ക്കാൻ പറ്റിയ പ്രൊഡക്റ്റാണ്. ഇതിന്റെ പ്രത്യേകത, ഇത് ബെസ്ലിൻ ക്യാപ്സൂൾസ് ഉണ്ട്. ബെസ്ലിൻ എന്ന് പറഞ്ഞാൽ അത് നല്ല ഒരു മുൾച്ചെടി ഇടുന്നുണ്ട്. ഈ മറ്റേ മരുഭൂമിയിൽ ഒരു മുൾച്ചെടി ഉണ്ട്. അതുപോലെ തന്നെ കുടംപുളി അതിന്റെ എക്സ്ട്രാക്ട് ആണ്. അതെന്താ ചെയ്യണമെന്ന് അറിയും? അമിതമായിട്ടുള്ള കൊഴുപ്പിനെ അലിയിച്ച് ഊർജ്ജമാക്കി മാറ്റും, മെറ്റബോളിസം വർദ്ധിപ്പിക്കുക. അപ്പോൾ ഊർജ്ജമാക്കി മാറുമ്പോൾ വീണ്ടും നമുക്ക് വിശപ്പ് ഫീൽ ചെയ്തില്ല. ക്ലിയർ? ധാരാളം വെള്ളം കുടിച്ചാൽ മതി, വെറുതെ നമ്മൾ കഴിച്ചാൽ മതി. പക്ഷെ ഇത് കഴിച്ചിട്ട് 3 നേരം ബിരിയാണി കഴിച്ച് കുറയത്തൊന്നുമില്ല. ഡയറ്റും കൂടി നമ്മൾ അരിയാഹാരമൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് അത്താഴം കഴിക്കാൻ പാടില്ല. അത്താഴം നല്ലതാണോ കഴിക്കണം? ഒരു 7 മണിക്ക് 8 മണിക്ക് മുമ്പ് കഴിക്കണം. അത് ലൈറ്റായിട്ട് കഴിക്കണം. ഒരു 3 മണിക്കൂർ കഴിഞ്ഞിട്ടേ കിടന്ന് ഉറങ്ങാൻ പറ്റുള്ളൂ അല്ലേ? പക്ഷെ നമ്മളിപ്പോൾ എങ്ങനെ കഴിക്കണേ? ആ ബാലൻസ് ഉള്ളൊക്കെ തീർക്കത്തില്ലേ? ഫ്രിഡ്ജിൽ 2 മീൻ വറുത്തിട്ടുണ്ട്, ഈ നാളത്തേക്ക് വെക്കേണ്ട, ഒരാഴ്ച ആയല്ലോ. അതിനിടയ്ക്ക് ഞാൻ നേരത്തേക്ക് ജോലിക്ക് കഴിഞ്ഞിട്ട് ഒരു 8 മണി 9 മണിയാകുമ്പോൾ വരുമ്പോൾ തന്നെ സൗമ്യ ഒരു ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. നമുക്ക് വേണ്ടെങ്കിലും കുടിക്കണം. കാരണം എന്താ? കഷ്ടപ്പെട്ടുണ്ടാക്കി വെച്ചാണ്. അല്ലെങ്കിൽ പിന്നെ സ്നേഹക്കുറവാണ് വരും. നമുക്ക് കുടിക്കും. എന്തെങ്കിലുമൊക്കെ വറുത്തും കുടിച്ചൊക്കെ ഉണ്ടാവും, നമ്മൾ കഴിക്കും. കുളിച്ചിട്ട് വരാൻ വേണ്ടി. എന്തിനു വേണ്ടിയാ? എനിക്ക് പാത്രം കഴുകി വെക്കണം, എനിക്ക് കിടക്കണം, നാളെ സ്കൂളിൽ പോകാനുള്ളതല്ലേ. അത് കഴിച്ചിട്ട് വരുമ്പോൾ സൗമ്യ ഇങ്ങനെ ചോറ് എടുത്ത് വയ്ക്കും. അതൊക്കെ നമ്മൾ കഴിക്കണം. ലാസ്റ്റ് ആ കളത്തിൽ 2 പേരുണ്ടാവും. ഇതും കൂടി കഴിച്ചു, ഇനി ബാക്കി അല്ലേ? 2 മീൻ വറുത്തും കൂടി ഉണ്ട്, അതും കഴിച്ചു. ഇനി എത്ര ദിവസമായി ഫ്രിഡ്ജിലിരിക്കുന്നത്, കളയണ്ടേ? എത്ര രൂപ കൊടുത്ത് മേടിച്ചതാണ് എന്നൊക്കെ പറയും. ഇത് ആർക്ക് കഴിക്കണം? ഇത് കഴിക്കുമ്പോൾ തന്നെ നമ്മൾ കിടത്തോളൂ. ഇതിപ്പോ ബെസ്റ്റ് അല്ലേ? സ്വർണം അല്ലേ? അപ്പൊ അത് നമ്മൾ കൺട്രോൾ ചെയ്യണം. അതിന് പകരമായിട്ടുള്ള ബെസ്ലിം ഷേക്ക് ഉണ്ട്, നല്ല മാംഗോ ഫ്ലേവറിൽ, വാനില ഫ്ലേവറിൽ. അത് കഴിച്ചാൽ ശരീരത്തേക്ക് ആവശ്യമായ പോഷകങ്ങൾ കിട്ടും. പക്ഷെ നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഉറപ്പായിട്ടും നമുക്കൊരു 3 മാസം കോഴ്സ് കൊണ്ടൊക്കെ കുറയും. ഇതിന്റെ പ്രത്യേകത ഇത് ഇനി നിർത്തിയെന്ന് കരുതി വേറെ ഒരു സൈഡ് എഫക്റ്റ് ഉണ്ടാവുന്ന കാര്യമല്ല. ക്ലിയർ? ഓക്കെ. അതുപോലെ ബെസ്ലിം ടീ ഉണ്ട്. ചായക്ക് പകരമായിട്ട് ഉപയോഗിച്ച് നമുക്ക് നല്ല ശരിക്കും പറഞ്ഞാൽ കുടംപുളിയുടെയൊക്കെ ആ എസൻസ് തന്നെയാണ്. അപ്പോൾ കട്ടൻ ചായക്ക് പകരമായിട്ട് ഉപയോഗിച്ചാണ്. അതുപോലെ വിമൻ ഹെൽത്ത്. പണ്ടൊക്കെ ലേഡീസിന് ഹാർട്ട് അറ്റാക്ക് വളരെ കുറവായിരുന്നു, ആണല്ലോ? ഇന്നില്ലേ? അതിന്റെ അന്ന് ഹാർട്ട് ഉണ്ടായിരുന്നില്ല. എന്താ കാര്യം?
ഏറ്റവും കൂടുതൽ ഇന്നിപ്പോൾ അസുഖങ്ങൾ വരുന്ന എന്തുകൊണ്ടാണ്? ലേഡീസിനാണ്. കാരണം അവർക്ക് കറക്റ്റായിട്ട് ഫുഡ് കഴിക്കാൻ സമയമില്ല. ഈ ഹോർലിക്സ് ശരിക്കും ഒരു മദർ ഹോർലിക്സ് എന്ന് പറയുന്ന സാധനം ഇറക്കിണ്ടാകും. അവിടെ നിർത്തി. എന്താ കാര്യം എന്നറിയും? കച്ചവടമില്ല. എന്താ കച്ചവടം ഇല്ലാത്ത? വീട്ടിലെ അമ്മമാരാണല്ലോ ശരിക്കും പറഞ്ഞ ഈ സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി പോകണം. അപ്പോൾ വീട്ടിൽ എല്ലാ സാധനം മേടിച്ച് കഴിയുമ്പോൾ ലാഭിക്കാൻ വേണ്ടി അവർക്കുള്ളവർ മേടിക്കത്തില്ല. അപ്പോൾ കച്ചവടമില്ല. പക്ഷെ നമുക്ക് ആരോഗ്യം വേണ്ടേ? വേണ്ടയോ? ഒന്ന് അയൺ ആൻഡ് ഫോളിക് വേണ്ടേ? അറിയില്ല, അയൺ ആൻഡ് ഫോളിക് രക്തം ഉണ്ടാവാൻ വേണ്ടിയാണ്. സാധാരണ നമ്മൾ കേൾക്കുന്നപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള ദിവസം ഡോക്ടർ കൊടുക്കുന്ന മെഡിസിൻ അതല്ലേ? ഇത് സന്തോഷമുള്ള ദിവസം എന്താ? ഒരു കുഞ്ഞുണ്ടാവാൻ വേണ്ടി പോകണം, അപാര സന്തോഷം അല്ലെ? ഹസ്ബൻഡ് ആൻഡ് വൈഫ്. അപ്പൊ തന്നെ അയൺ ആൻഡ് ഫോളിക്. പക്ഷെ നല്ലതാണോ ഇല്ലയോ? നല്ലതാണോ നിർബന്ധമില്ല അല്ലേ? അതിലുപരിയായിട്ട് നമുക്ക് എപ്പോഴാണ് ഈ ബ്ലഡ് വേണ്ടത്? ഒരു കുഞ്ഞു പ്രായപൂർത്തിയായി അന്ന് മുതൽ എന്ത് വേണം? ബ്ലഡ് വേണം. ഇത് നല്ല പച്ച ചീരയുടെ എസൻസ് ആണ്. ക്ലിയർ? ഓക്കെ. അതുപോലെ നമുക്ക് ശതാവരി, പണ്ടത്തെ കാരണന്മാര് ശതാവരി കിഴങ്ങ് തിളപ്പിച്ച് വെള്ളം തരുമായിരുന്നു. ഇതിനാ പീരീഡ്സ് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. വേദന ഉണ്ടാവില്ല, കറക്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ക്യാൻബറി, യൂറിനറി ഇൻഫെക്ഷൻ ഏറ്റവും നല്ല പ്രോഡക്റ്റ് ആണ്. യു കൺട്രോൾ. ഒരു പ്രായം കഴിഞ്ഞ ചില ആൾക്കാർ പറയാറില്ല, എനിക്ക് ഞാൻ അറിയാണ്ട് യൂറിനൊക്കെ പുറത്തേക്ക് പോകുന്നുണ്ട്, ചുമയ്ക്കുമ്പോൾ ഒക്കെ യൂറിൻ പുറത്തേക്ക് പോകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? ബ്ലാഡറിന് കംപ്ലൈന്റ് വന്നിട്ടാണ്. അതിന് പറ്റിയ ബെസ്റ്റ് പ്രോഡക്റ്റ് ഉണ്ട്. അതുപോലെ ഹെയർ ഓൺ, ലേഡീസിന്റെ കംപ്ലീറ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു പ്രോഡക്റ്റ് ആണ്. അവരുടെ ഹോർമോൺ ബാലൻസ് കറക്റ്റ് ചെയ്യാൻ പറ്റിയ പ്രോഡക്റ്റ് ആണ്. അതുപോലെ ഹെയർ സ്കിൻ ഡയറ്റ്. ഏറ്റവും കൂടുതൽ നമ്മൾ ബുദ്ധിമുട്ടുന്ന എവിടെയാണ്? മുടി ശരിയാവുന്നില്ല, മുടി ഒഴിച്ചിലാണ്, സ്കിന്നിന് കംപ്ലൈന്റ് വരുന്നു, നഖം നല്ലോണം വളരുന്നില്ല. നമ്മൾ നഖത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരാളുടെ ആരോഗ്യം അറിയാൻ പറ്റുന്ന പറഞ്ഞല്ലേ? വെളുത്ത പാടുകൾ വന്ന വിറ്റാമിൻ ഡെഫിഷ്യൻസി ഉണ്ട്, കറുത്ത പാട് വന്ന വേറെ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടാവും, രസോർണം അല്ലേ? അതിനെ പറ്റിയ പ്രോഡക്റ്റുകളുണ്ട്. ഓക്കെ. അതുകൂടാതെ ഹൃദയത്തെ സംരക്ഷിക്കാൻ പറ്റിയ പ്രോഡക്റ്റുകൾ. ഫ്ലാക്സ് ഓയിൽ ഉണ്ട്. ഫ്ലാക്സ് ഓയിൽ ഒമേഗ റിച്ച് ആയിട്ടുള്ള ആളെ രക്തം കണ്ടുപിടിക്കാൻ നല്ലതാണ്. അതുപോലെ എൽ-ആർജിനൈൻ, ഇത് കണ്ടുപിടിച്ച വ്യക്തിക്ക് നോബൽ സമ്മാനം കിട്ടിയതാണ്. ഇത് ഡെയിലി നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ബ്ലോക്കും കാര്യം ഉണ്ടാവില്ല. ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കുള്ള രക്തോട്ടം കറക്റ്റ് ചെയ്യും, ബ്ലോക്കൊന്നും ഉണ്ടാകത്തില്ല. Q10, ഹൃദയത്തിന്റെ ആ പേശികളുടെ ബലം വർദ്ധിപ്പിക്കാനുള്ള പ്രൊഡക്റ്റാണ്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് സ്പോർട്സ് താരങ്ങളാണ്. എന്തുകൊണ്ട്? അവർക്കാണ് ഏറ്റവും കൂടുതൽ പവർ വേണ്ടത്. നമ്മൾ ജനിച്ച അന്ന് മുതൽ മരിക്കണവരെ പ്രവർത്തിക്കുന്ന ഒരു അവയവത്തിന്റെ പേരെന്താ? ആണല്ലോ അല്ലേ? ആണല്ലോ. ക്യാൻസർ വരാത്ത സ്ഥലമല്ലേ ഇത്? അല്ലേ? അപ്പൊ ഒരു ദിവസം എന്തോരമാണ് ഇങ്ങനെ പമ്പ് ചെയ്തോണ്ടിരിക്കുന്നത്. ഇപ്പൊ എന്തൊരു ആരോഗ്യം വേണം. ഇപ്പൊ ഞാനും സ്വാമി വീട്ടിൽ നിന്ന് വന്ന സമയത്ത് മോട്ടർ അടിക്കുന്നതാണ്. പക്ഷെ ഞങ്ങൾ ഇങ്ങനെ റെഡി ആയിക്കൊണ്ട് കറണ്ട് പോയി. നമ്മൾ മോട്ടർ നിർത്തിയില്ല. നമ്മളൊരു ചിലപ്പോൾ വൈകുന്നേരം ചെല്ലുമ്പോൾ കറണ്ട് വന്നിട്ടുണ്ടാവും. എന്തായിരിക്കും സംഭവിച്ചേക്കുക? ഒന്നുകിൽ കിണറ്റിൽ വെള്ളം തീർന്നിട്ടുണ്ടാവും, വലിയ മോട്ടർ കത്തിപ്പോയിട്ടുണ്ടാവും. സ്വർണ്ണം. അപ്പൊ ഈ മോട്ടറിന് വേറെ വെള്ളമൊന്നും വേണ്ടേ? നമുക്ക് എപ്പോഴും ചിന്തിക്കുക, ചെറിയൊരു പിടുത്തം വരുന്നു, അളപ്പ് വരുന്നു അല്ലേ? ആണല്ലോ അല്ലേ? ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട അത്യാവശ്യം. ഓക്കെ. അതിനെ പറ്റി പ്രൊഡക്റ്റുകളുണ്ട്. അതുപോലെ ആയുസ് ആൻഡി എന്ന് പറയുന്ന, ഞാൻ ഇത്ര നേരം പറഞ്ഞ സിംഗിൾ ഹെർബാണ്. ആംല എന്ന് പറഞ്ഞാൽ ആംല മാത്രം. ഇത് ഒരുപാട് പച്ച മരുന്നുകളുടെ കോമ്പൗണ്ടാണ്. ഇതിനകത്ത് പ്രൊക്കാർഡ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. നല്ല കൊളസ്ട്രോൾ കൂട്ടാനും ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാൻ പറ്റിയ പ്രൊഡക്റ്റാണ്. ഈ ബ്ലോക്ക് വരാൻ കാരണം ചീത്ത കൊളസ്ട്രോൾ കൂടിയോണ്ടാണോ നല്ല കൊളസ്ട്രോൾ കുറഞ്ഞു പോയതുകൊണ്ടാണ്? മെയിൻ കാരണം നല്ല കൊളസ്ട്രോൾ ഇല്ലാത്തതുകൊണ്ടാണ്. കേട്ടാണോ? അപ്പൊ നല്ല കൊളസ്ട്രോൾ വേണം. രണ്ടാമത് അതിനെ പറ്റി പ്രൊക്കാർഡ് എന്ന സാധനമുണ്ട്. ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്ക് അലർജി തുമ്മലൊക്കെ ഇല്ലേ? അതിന് റെസ്പോ കെയർ ഉണ്ട്. തുളസി, അതുപോലെ നമുക്ക് ഇഞ്ചി, അതുമായി ബന്ധപ്പെട്ട ഒരു കോമ്പൗണ്ടാണ്. വൈറ്റൽ കോംപ്ലക്സ് ഉണ്ട്. ഈ കർക്കിടക മാസം നമ്മളിപ്പോൾ ഔഷധ കഞ്ഞി കുടിക്കില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യമായ ശരിക്കും പറയാൻ ഔഷധങ്ങൾ കിട്ടാൻ വേണ്ടിയാണ്. അതുപോലെ ലിവർ ഹെൽത്ത്. ഏറ്റവും കൂടുതൽ ആൾക്ക് ഇന്നിപ്പോൾ ഫാറ്റ് ലിവർ ഒക്കെ ഇല്ലേ? അതിനെ പറ്റി ഏറ്റവും എവിടെ ഫാറ്റ് ലിവർ തന്നെ എന്തെങ്കിലുമൊക്കെ മെഡിസിൻ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഫാറ്റ് ലിവർ വരും അല്ലേ? അതുപോലെ നമ്മൾ കുടിക്കുന്ന വെള്ളം നന്നല്ലെങ്കിൽ വരും. ഇപ്പൊ ഏറ്റവും കൂടുതൽ മഞ്ഞപ്പിത്തം ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നില്ലേ? അത് ഏറ്റവും കൂടുതൽ ബാധിക്കണ എവിടെയാണ്? ലിവറിന്. ഓക്കെ. OTPT കറക്റ്റ് ആവത്തില്ല. ഇങ്ങനെ ഡെയിലി പാരസെറ്റമോൾ കഴിച്ചാലോ തീരുമാനം അല്ലേ? ഒരു പാരസെറ്റമോൾ കഴിച്ചാൽ മതി. പിറ്റേ ദിവസം പോയിട്ട് OTPT അതല്ലേ ടെസ്റ്റ് ചെയ്യണേ? ടെസ്റ്റ് ചെയ്ത് നോക്ക്. അപാരമായിട്ട് കൂടി വെക്കും. അപ്പൊ അത്രമാത്രം വരുന്നുണ്ട്. പിന്നെ കിഡ്നി ഹെൽത്ത്. കിഡ്നി സ്റ്റോണിന് നല്ലതാണ്. കിഡ്നിയിലെ ടോക്സിൻസ് പുറത്തേക്ക് കളയാൻ നല്ലതാണ്. അതിന്റെ ആരോഗ്യത്തിനൊക്കെ ഏറ്റവും ബെസ്റ്റ് പ്രോഡക്റ്റ് ആണ്. അതുപോലെ അതുമായി ബന്ധപ്പെട്ട പ്രോഡക്റ്റുകളുണ്ട്. പിന്നെ നല്ല ഹെൽത്ത് ഫുഡ്. പാചകം ചെയ്യാൻ ഉപയോഗിക്കുന്ന നല്ല ബ്രാൻഡ് ഓയിലുണ്ട്. വെളിച്ചെണ്ണ മോശമാണെന്ന് ഞാൻ പറയത്തില്ല, പക്ഷെ കരിച്ചു ഉപയോഗിച്ച് നല്ലതാണ്. ലേഡീസ് ഏറ്റവും കൂടുതൽ അസുഖം വരാൻ റീസൺ എന്താണെന്ന് അറിയും? ഇന്ന് വെളിച്ചെണ്ണ നല്ലത് കിട്ടാനില്ല. വെളിച്ചെണ്ണ 100 ഡിഗ്രി ചൂടാക്കി കരിയും. ആ കരിയോലി നല്ലതല്ല. പിന്നെ വെളിച്ചെണ്ണയിൽ നമുക്കറിയാലോ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ലാസ്റ്റ് ഗ്രേഡ് ചേർക്കുന്നുണ്ട്. ഓട്ടോമാറ്റിക്കായിട്ട് അത് കത്തിക്കരിഞ്ഞാൽ അത് പുകയായിട്ട് മാറും. ഇനി നമ്മൾ ചീഞ്ചട്ടി ഇങ്ങനെ അടുപ്പത്ത് വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ പൊങ്ങി പുക വരുന്നില്ലേ? ആരെയും പുക ഏറ്റവും കൂടുതൽ ശ്വസിക്കുന്നത്? ചേച്ചിമാരാണ്. ഒരു സംശയം വേണ്ട. അതാണ് ഏറ്റവും കൂടുതൽ ഈ ഫാറ്റി ലിവറും ടോക്സിസും വരാൻ പറ്റുന്ന റീസൺ. ക്ലിയർ ആയോ? ഈ കരിയോയിലല്ലേ? ഇത് ബ്രാൻഡ് ഓയിലാണ്. 200 ഡിഗ്രി ചൂടാക്കിയേ കരിയത്തുള്ളൂ. അപ്പൊ കരിയത്തില്ല. അതും ചൂടാക്കി കഴിഞ്ഞാൽ പാത്രം പോലും ഉണ്ടാവില്ല. രണ്ടാമത് റീയൂസ് ചെയ്യാം.
ഒമേഗ റിച്ച് ആണ്, ബി കോംപ്ലക്സ് ഉണ്ട്, ഫൈബർ ഉണ്ട്, വയറ്റിൻ്റെ ഒക്കെ പോകാൻ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ ഒരു സ്പൂൺ വെറുമായിട്ട് കുടിക്കാൻ നല്ലതാണ്. നമുക്ക് ഈ വായിൽ പോണം വരുമ്പോൾ നമ്മൾ എന്താ പറയണത്, വയറിന് കംപ്ലൈന്റ് ആയി ബി കോംപ്ലക്സിന്റെ ഗുളിക വേണം സ്വർണ്ണം അല്ലേ, അപ്പൊ അതിന് ഏറ്റവും ബെസ്റ്റ് ആണ്. നല്ല തേയിലയുണ്ട്, കോഫി. തേയില എന്നൊക്കെ പറഞ്ഞാൽ ഒറിജിനൽ ഇലയാണ്. സാധാരണ നമുക്ക് തേയില എന്ന് പറയുമ്പോൾ വെള്ളം അടുപ്പത്ത് വെക്കുന്നു, ചൂടാവുമ്പോൾ പൊടിയിട്ട് കളർ എടുക്കും. ഇതങ്ങനെയല്ല, ഇത് ഒരുമിച്ച് വെക്കണം, വേവിച്ചെടുക്കണം. നല്ല കളറും നല്ല ടേസ്റ്റും കിട്ടും. വേസ്റ്റ് കളയേണ്ടതില്ല, 2 or 3 പ്രാവശ്യം നമുക്ക് റീയൂസ് ചെയ്യാം. അപ്പോൾ 1/4 കിലോ എന്നുള്ളത് 3/4 കിലോന് ഉപകാരം ചെയ്യും. പക്ഷെ പാൽ ചായ അല്ല, അതപ്പോൾ മിക്സ് ചെയ്തിട്ട് സെപ്പറേറ്റ് ഉണ്ടാകും. നല്ല ഏറ്റവും നല്ല കോഫി ഉണ്ട്. അതുമായി പിന്നെ നല്ല ബ്രേക്ക്ഫാസ്റ്റ് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല സാധനമാണ് ബ്രേക്ക്ഫാസ്റ്റ്. ധാന്യങ്ങളുടെ കോമ്പൗണ്ടാണ്. നല്ല ചോളം, തിന, മറ്റെന്താ പറയുക, ചീരയുടെ വിത്ത്, ബദാം, ഉണക്കമുന്തിരി, നല്ല തേൻ. തേനത്തിന് വേണ്ടിയാ, മധുരത്തിന് വേണ്ടിയല്ല. ഇതിന് തേനും വയറും കൂടി കുഞ്ഞുങ്ങളുടെ വായിൽ വെച്ച് നോക്കണേ. ചടങ്ങല്ല, ബ്രെയിൻ ഷാർപ്പൻ ചെയ്യാൻ വേണ്ടിയാണ്. പഠിക്കുന്ന കുട്ടികൾക്ക് ഏറ്റവും കൂടി കൊടുക്കേണ്ടത് എന്താണ്? തേനാണ്. നല്ല ആന്റി ഓക്സിഡന്റ് ആണ്, അതുപോലെ നല്ല ഓർമ്മശക്തിയൊക്കെ ഉണ്ടാവും. ഓക്കെ, അതുപോലെ സബ് ലിംഗൽ സ്പ്രേ, ഇത് ഏറ്റവും ഇന്നോവേറ്റീവ് ആയിട്ടൊരു ഐഡിയ ആണ്. ചില ആളുകൾക്ക് ക്യാപ്സൂൾ കഴിക്കാൻ പറ്റില്ല, അതുപോലെ നമുക്ക് ടാബ്ലറ്റ് കഴിക്കാൻ പറ്റില്ല, ഒമിറ്റ് ചെയ്യും, ദഹിക്കത്തില്ല. ചിലർക്ക് ഇതിന്റെ വലിപ്പം കാണുമ്പോൾ തന്നെ അവരെന്ത് ചെയ്യും, കഴിക്കില്ല എന്ന് പറയും അല്ലേ. ഇനി കഴിച്ചാൽ തന്നെ ശരീരം അബ്സോർവ് ചെയ്യണമെന്നില്ല. എന്തുകൊണ്ടാണ്? കുടല് നന്നായിരിക്കണ്ടേ. ഓക്കെ, ഇത് നാവിൻ്റെ അടിയിൽ സ്പ്രേ ചെയ്യുന്ന സാധനമാണ്. വിറ്റാമിൻ സി ബെസ്റ്റ് പ്രൊഡക്റ്റ് ഉണ്ട്, B12 ഉണ്ട്, വിറ്റാമിൻ ഡി ഉണ്ട്. വിറ്റാമിൻ ഡി വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ. 100 ലേഡീസ് ടെസ്റ്റ് ചെയ്ത 90 പേർക്കും വിറ്റാമിൻ ഡി കുറവായിരിക്കും. അതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയായിരിക്കും? ഒന്നാമത്തെ കാര്യം, മൂഡ് ചേഞ്ച് ആയിരിക്കും. അപ്പോൾ ദേഷ്യമൊക്കെ വരും, ശരീരത്തിന് ചൂട് കൂടുന്നു, മുടികൊഴിച്ചിൽ വരുന്നു, ഇല്ലാത്ത അസുഖങ്ങളില്ല. PCOD വരെ എല്ലാത്തിനും കാരണം ഇതാണ്. ക്ലിയർ ആണോ? അത് എവിടെ നിന്നാണ് കിട്ടണേ? നല്ല വെയിലൂടാണ് അല്ലേ. ഇപ്പോഴത്തെ വെയിൽ കൊണ്ട് എന്തായിരിക്കും അവസ്ഥ? ഗ്ലാമർ പോകും. അപ്പോൾ പിന്നെ വിറ്റാമിൻ ഡി പറഞ്ഞാലും കുഴപ്പമില്ലല്ലോ. ഓക്കെ, പിന്നെ അതുപോലെ നമുക്ക് മൾട്ടി വിറ്റാമിൻ ഉണ്ട്, അതുപോലെ മിനറൽ ഡ്രോപ്സ് ഉണ്ട്. ഏറ്റവും കൂടുതൽ അസുഖം വരാൻ റീസൺ ഉണ്ട്. അപ്പോൾ മിനറൽസ് കുറഞ്ഞുകൊണ്ടാണ്. എവിടെ നിന്ന് കിട്ടണേ? നല്ല വെള്ളത്തിൽ നിന്നും നല്ല മണ്ണിൽ നിന്ന് വരും. നല്ല വെള്ളം മണ്ണും ഉണ്ടോ? അപ്പോൾ ഇല്ല. ഈ പൊട്ടാസ്യം കുറഞ്ഞു പോകുന്നു, സോഡിയം കുറഞ്ഞു പോകുന്നു, കാൽഷ്യം കുറഞ്ഞു പോകുന്നു, മെഗ്നീഷ്യം കുറഞ്ഞു പോകുന്നു, സെലീനിയം ഒക്കെ വളരെ ഇമ്പോർട്ടൻറ്റ് സാധനമാണ്. ഇതൊക്കെ ഡോക്ടർമാർക്ക് അറിയാൻ വേണ്ടി പറ്റും. ഇതിന്റെ പ്രത്യേകത എന്താ അറിയോ? നമുക്ക് ഡ്രോപ്സ് ഉണ്ട്, CMD എന്ന് പറയും. അതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ലിറ്റർ വെള്ളത്തിലേക്ക് 7 തുള്ളി ഒഴിച്ചാൽ 64 മിനറൽസ് നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടും. സ്ട്രോക്ക് ഉള്ള ആൾക്കാർ നല്ല ആരോഗ്യത്തോടിരിക്കാൻ ഏറ്റവും നല്ല പ്രൊഡക്റ്റാണ്. അതുപോലെ പല്ല് തേക്കാൻ ഉപയോഗിക്കുന്ന പേസ്റ്റ് ബ്രഷും അതുപോലെ അതുമായി ബന്ധപ്പെട്ട സാധനങ്ങളുണ്ട്. അതുപോലെ നമുക്കിത് പേഴ്സണൽ കെയർ, ഹെയർ കെയർ, മുടിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റിയ 3 തരത്തിൽ ഷാമ്പൂ ഉണ്ട്. മുടി ഒഴിച്ചിന് പറ്റിയ ഡെയിലി ഉപയോഗിക്കാൻ പറ്റിയ ആന്റി ഡാൻഡ്രഫ് ഷാമ്പൂ ഉണ്ട്. അതുപോലെ മുടി സ്മൂത്തൻ ചെയ്യാൻ പറ്റിയ ഷാമ്പൂ ഉണ്ട്. ഹെയർ ഓയിൽ ഉണ്ട്. അതുപോലെ ഹെയർ കണ്ടീഷണർ, ഹെയർ സ്പാ ഉണ്ട്. പിന്നെ അതുപോലെ നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റിയ ഓൾ റേഞ്ച് പ്രൊഡക്റ്റുകളുണ്ട്. അതുപോലെ സോപ്പുകളുണ്ട്, ഡിയോഡറന്റ് ഉണ്ട്, പെർഫ്യൂംസ് ഉണ്ട്. അതുമായി പിന്നെ മേലുവേദനയ്ക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഏറ്റവും നല്ല പുറത്തുനിന്ന് മേടിക്കുന്ന ടൈഗർ മാവിന്റെ പ്രത്യേകത എന്താ? നല്ല എരിച്ചിലും പോച്ചിലായിരിക്കും അല്ലേ. ഗൾഫിൽ നിന്ന് പോയിട്ട് വരുമ്പോൾ ചേട്ടൻ കൂടി തന്നെ ബാം എന്താ? അതിന് പോച്ചിൽ കുറവാണെങ്കിൽ നമ്മൾ എന്താ പറയും? അത്രയും ക്വാളിറ്റി പോരാന്ന് പറയും അല്ലേ. ശരിക്കും എരിച്ചിൽ പോച്ചിലില്ലാത്തൊരു പ്രോഡക്റ്റാണ് നമ്മുടെ പ്രോഡക്റ്റ്. പക്ഷെ പെട്ടെന്ന് നമ്മുടെ ശരീരത്തിലേക്ക് ആ വേദന കുറയ്ക്കും. അതുപോലെ നമുക്ക് ഉപ്പൂറ്റി വരഞ്ഞു കയറുന്നതിന് പറ്റിയ പ്രോഡക്റ്റ് ഉണ്ട്. ഉപ്പൂറ്റി വരഞ്ഞു കയറുന്നില്ല, ഇങ്ങനെ ലേഡീസിന്റെ കാലുമൊക്കെ ചിലർ പറയും അതവിടെ ഇരുന്നോട്ടെ, എനിക്ക് വലിയ കംപ്ലൈന്റ് ഒന്നും ഇല്ലാന്ന് പറയും. പക്ഷെ ഏറ്റവും കൂടുതൽ അസുഖങ്ങൾ എവിടെ നിന്നാണ് തന്നെ, പ്രത്യേകിച്ച് മഴക്കാലത്ത്. ഇനി ഡയബറ്റിക് ഉള്ള ഒരാളാണെങ്കിൽ, അപ്പോൾ ഡയബറ്റിക് ഉള്ള ആൾക്കാരെ എല്ലാവരും ഉപയോഗിക്കുന്ന പ്രോഡക്റ്റാണ്. കാല് നല്ല സ്മൂത്ത് ആയിട്ടിരിക്കും. നമ്മൾ ഇതിന്റെ പെഡിക്യൂർ ഒക്കെ ചെയ്യാം, അതിനൊന്നും ആവശ്യമില്ല. ഡെയിലി നമുക്ക് കുളിച്ച് കഴിഞ്ഞിട്ട് കാലുകൾ പറ്റിക്കഴിഞ്ഞാൽ കാല് സ്മൂത്ത് ആവും, അങ്ങനെ ഹാർഡ് ആവത്തില്ല. അപ്പോൾ പിന്നെ വരണ്ടി കയറും. ഓക്കെ, പിന്നെ 100% വെജിറ്റേറിയൻ പ്രോഡക്റ്റ് ഉണ്ട്. വാഹനങ്ങളുടെ എഞ്ചിൻ കപ്പാസിറ്റി മൈലേജും കൂട്ടാൻ പറ്റിയ പ്രോഡക്റ്റുകളുണ്ട്. ഹോം കെയർ, തുണി അലക്കാനും പാത്രം കഴുകാനും തറ ക്ലീൻ ചെയ്യാനും ഗ്ലാസ് ക്ലീൻ ചെയ്യാനും പറ്റിയ പ്രോഡക്റ്റുകളുണ്ട്. അതുപോലെ ജെൻസിന് പറ്റിയ പ്രോഡക്റ്റുകളുണ്ട്. വെല്ലിനോ മിസ്റ്റർ മിലാൻ ലേഡീസിന്റെ കളർ കോസ്മെറ്റിക്സ് ആണ്, ലിപ്റ്റിക് ആയത് കോഡെക്സ്, അതുമായി ബന്ധപ്പെട്ട ഓൾ റേഞ്ച് പ്രോഡക്റ്റുകളുണ്ട്. സ്കിൻ ഫോർമുല 9 ആന്റി ഏജിങ് ക്രീമുകളാണ്. ചിലരുടെ മുഖത്ത് കണ്ടത് കറുത്തപ്പാടുകൾ, കരിമംഗലം, അതിനൊക്കെ പറ്റിയ ഏറ്റവും ബെസ്റ്റ് പ്രോഡക്റ്റുകളാണ്. പിന്നെ നമുക്ക് നല്ല കൃഷിക്ക് ഉപയോഗിക്കാൻ പറ്റിയ പ്രോഡക്റ്റുകൾ, അടുക്കളത്തോട്ടം മുതൽ ഏലം, കുരുമുളക്, അതിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ പ്രോഡക്റ്റുകളുണ്ട്. നല്ല വാട്ടർ പ്യൂരിഫയർ ഉണ്ട്. വെള്ളം അത്യാവശ്യമാണോ? ആണോ അല്ലേ? അത്യാവശ്യമല്ലേ? ഈ കാണുന്ന മഞ്ഞപ്പിലൊക്കെ വരുന്ന തന്നെ അല്ലേ? നല്ല വെള്ളം കുടിച്ചില്ല എന്നുണ്ടെങ്കിൽ അസുഖങ്ങൾ വരുന്നത് മാത്രമല്ല, ലിവറും കിഡ്നിയും ഒക്കെ കംപ്ലൈന്റ് ആയിട്ട് പോയി. പറഞ്ഞോ. ഓക്കെ, അപ്പൊ ഇതിനെ പറ്റിയ പ്രോഡക്റ്റുകളുണ്ട്. ഓക്കെ, ഇങ്ങനെ കമ്പനിയെ സംബന്ധിച്ച് കമ്പനിക്ക് 400-ൽ കൂടുതൽ പ്രോഡക്റ്റുകളുണ്ട്. അപ്പൊ മിക്ക അങ്ങനെ ചോദിക്കുന്നത് എന്താണെന്ന് അറിയാം, സാർ ഇത്രമാത്രം പ്രോഡക്റ്റുകളായിട്ട് എന്തുകൊണ്ട് നമ്മൾ അറിഞ്ഞില്ല? അതിന്റെ റീസൺ ഞാൻ ആദ്യം പറഞ്ഞില്ലേ. ഇത് വന്നു പറയാൻ മമ്മൂട്ടി മോഹൻലാലോ ഒരു TV-ലോ പേപ്പറിലോ വരുത്തില്ല. ഇതിന്റെ പ്രത്യേകത, ഇത് ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിയാണ്. ഇടനിലക്കാരും പരസ്യമില്ലാണ്ട് പ്രസ്റ്റീജ് കമ്പനി നേരിട്ട് ഈ പ്രോഡക്റ്റ് നമുക്ക് തരും. അതിന് കമ്പനിക്ക് 4000-ൽ കൂടുതൽ ഓഫീസുകളുണ്ട്. ഇതൊന്നും ഇല്ലെങ്കിൽ ഓൺലൈനായാലും നമുക്ക് പ്രോഡക്റ്റ് വിളിച്ച് ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ ഈ ഇടനിലക്കാർക്കും പരസ്യത്തിനും കൊടുക്കുന്ന ഈ 60% കാശ് നമുക്ക് കമ്പനി 9 വരുമാനങ്ങളായിട്ട് നമുക്ക് തിരിച്ചു. ക്ലിയർ? അതിന് എന്താ ചെയ്യുന്നത്?
ചേഞ്ച് യുവർ ഷോപ്പ് ചേഞ്ച് യുവർ ലൈഫ് എന്ന കമ്പനി പറയാം. നിങ്ങൾ എവിടെ നിന്നാണോ നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമായ പ്രൊഡക്റ്റ് മേടിച്ച് ഉപയോഗിക്കുന്നത് അത് വെസ്റ്റീജ് എന്ന് മേടിച്ച് ഉപയോഗിക്കാമോ? അത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? 18 വയസ്സ് പൂർത്തിയാവും. ₹1 കൊടുക്കണ്ട, ആ ആധാർ കാർഡിന് കോപ്പി ഒരു മൊബൈൽ നമ്പറും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ സ്ലിപ്പ് കിട്ടും. പ്രോഡക്റ്റ് മേടിച്ച് ഉപയോഗിക്കാനും ആർക്ക് വേണമെങ്കിലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയ ഒരു അധികാരം കമ്പനിയാണ്. അപ്പോൾ ഒന്നാമത്തെ ബെനിഫിറ്റ് ഇതാണ്, ഒരു കസ്റ്റമർ ആവുക എന്നുള്ളതാണ്. പുറത്തു പോയാൽ MRPക്കാണ് പ്രോഡക്റ്റ് കിട്ടുന്നത്, ശരിയല്ലേ? ഇവിടെയാണെങ്കിൽ 10 മുതൽ 20% ഡിസ്കൗണ്ടിൽ ജീവിതകാലം മുഴുവൻ പ്രോഡക്റ്റ് മേടിച്ച് ഉപയോഗിക്കാൻ പറ്റും. നല്ലതല്ലേ? ഒരു 3000 രൂപയുടെ സാധനം 600 രൂപ കുറച്ച് നമുക്ക് മേടിച്ച് ഉപയോഗിക്കാൻ പറ്റും. ഇനി വീണ്ടും മേടിക്കാൻ ചെന്നാൽ 10% പ്രോഡക്റ്റ് കമ്പനി ഫ്രീ ആയിട്ട് തരും. 20% ഡിസ്കൗണ്ടിന് പുറമെ നമുക്ക് എന്ത് കിട്ടും? 3000 രൂപ സാധനം മേടിക്കുക, 1000 രൂപ സാധനം മേടിക്കുകയാണെങ്കിൽ അതിന്റെ 10% പ്രോഡക്റ്റ് കമ്പനി നമുക്ക് ഫ്രീ ആയിട്ട് തരും. ഇതുവരെയായിട്ട് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ പ്രോഡക്റ്റ് മേടിച്ച് ഉപയോഗിച്ചിട്ട് എവിടെയെങ്കിലും വരുമാനം കിട്ടിയിട്ടുണ്ടോ? പക്ഷെ ഇവിടെയാണെങ്കിൽ ക്യാഷ് ബാക്ക് കിട്ടും. 5 മുതൽ 16% നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുമാനമായിട്ട് തരുന്നുണ്ട്. പിന്നെ ഒരുമിച്ച് മേടിക്കാൻ തയ്യാറാണെങ്കിൽ കൺസിസ്റ്റൻസി എന്നൊരു ഓഫർ ഉണ്ട്. ഒരു 3000 രൂപയുടെ സാധനം കണ്ടിന്യൂസ് ആയിട്ട് ഒരു 4 മാസം മേടിച്ചാൽ അടുത്ത മാസം 3000 രൂപയുടെ MRP പ്രോഡക്റ്റുകൾ നമ്മൾ ഫ്രീ ആയിട്ട്. ഒന്ന് ആലോചിച്ച് നോക്കും, 4 മാസക്കാലം നമ്മുടെ വീടിന്റെ ചെലവ് നമ്മൾ നടത്തിയാൽ 5ാമത്തെ മാസക്കാലം ആര് ഫ്രീ ആയിട്ട് തരും? അത് കിറ്റൊന്നും അല്ല കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള പ്രോഡക്റ്റ് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടേണ്ടത് നമുക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റ് കിട്ടാൻ മതി. ക്ലിയർ? അപ്പൊ ഇതെല്ലാം കൂടി നോക്കിയാൽ ഒരു 50% ഡിസ്കൗണ്ടിൽ ഇന്റർനാഷണൽ ക്വാളിറ്റി പ്രോഡക്റ്റ്, മായം കലർത്ത പ്രോഡക്റ്റുകൾ മണി ബാഗ് ഗ്യാരണ്ടിയോട് മേടിച്ച് ഉപയോഗിക്കുന്ന അവസരം ആര് തരും? വെസ്റ്റീജ് കമ്പനി. എന്തുകൊണ്ടാണെന്നറിയോ? ആരില്ല, ഇടനിലക്കാരില്ല, ഈ റീറ്റെയിൽ ഇല്ല, ഹോൾസെയിൽ ഇല്ല, അവർക്കൊക്കെ ലാഭം ഉണ്ടാവില്ലേ? അത് കമ്പനി നേരിട്ട് തരുമ്പോൾ അവർക്കുള്ളത് നമുക്ക് തിരിച്ചു. ഇനി അടുത്തൊരു കാര്യം, കമ്പനി ചെയ്യുന്ന ചോദ്യം എന്താ അറിയും? നിങ്ങൾക്ക് മാത്രം ഡിസ്കൗണ്ട് ഓഫർ തന്നാൽ കമ്പനിക്ക് ടേണോട് ഉണ്ടാവും അല്ലേ? എന്തിനാ ഈ പരസ്യം തന്നെ? നമ്മളെപ്പോലുള്ള കസ്റ്റമേഴ്സിനെ അറിയിക്കാൻ വേണ്ടിയല്ലേ? ഇവിടെ അങ്ങനെ പരസ്യം ഇല്ലല്ലോ. അപ്പൊ കമ്പനി പറഞ്ഞ കാര്യം, ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്ത് കിട്ടിയാലും പറയുന്നില്ലേ? നമ്മുടെ കുഞ്ഞിന് +2 പാസ്സായി കഴിഞ്ഞാൽ ഏത് കോളേജിൽ പഠിപ്പിക്കണം, എവിടെ നേഴ്സിംഗിന് പഠിപ്പിക്കണം, ആരോട് ചോദിക്കാം? പഠിച്ച ആളോട് ചോദിക്കും. നല്ല സാരി എല്ലാം നമ്മൾ അങ്ങനെ തന്നെയാണ്, സ്വർണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ കമ്പനി പറഞ്ഞ കാര്യം ഇതാണ്, നിങ്ങൾ മേടിച്ച് ഉപയോഗിച്ച പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടോടെന്ന് പറയാമോ? ക്ലിയർ അല്ലേ? മമ്മൂട്ടി സോപ്പ് നല്ലതാന്നേ പറഞ്ഞോളൂ, ഉപയോഗിച്ചാന്ന് പറഞ്ഞോ. പക്ഷെ നമ്മൾ മേടിച്ച് ഉപയോഗിച്ച പ്രോഡക്റ്റ് നല്ലതാണെങ്കിൽ പറഞ്ഞുകൂടെ? ഇനി അടുത്ത കാര്യം, നമ്മൾ ഒരാളോട് പറഞ്ഞിട്ട് അയാൾക്ക് ആ പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അയാൾ നമ്മളെ ചീത്ത പറഞ്ഞാൽ പേടിയല്ലേ? അതിന് പൈസ തിരിച്ചാന്ന് കമ്പനി പറഞ്ഞില്ലേ? അപ്പൊ നമ്മുടെ ബന്ധം പോകും? രണ്ടുമില്ലല്ലോ. അങ്ങനെ ചെയ്യാൻ തയ്യാറാണെങ്കിൽ നമുക്ക് 2ാമത്തെ വരുമാനം കിട്ടും. അതിന്റെ പേരാണ് പെർഫോമൻസ് ബോണസ്. 5 മുതൽ 16%. നമ്മളിലൂടെ ഈ കമ്പനിയുടെ വിറ്റുവരവ് വർദ്ധിപ്പിച്ചു കൊടുത്താൽ അതിന്റെ 5 മുതൽ 16% നമ്മൾക്ക് തിരിച്ചു തരും. അതിങ്ങനെയാണ്, നമ്മൾ ഓരോ 30 പ്രോഡക്റ്റ് മേടിച്ച് ഉപയോഗിക്കുമ്പോൾ ഒരു പോയിന്റ് വാല്യൂ നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവും. അപ്പോൾ ഓരോ 30 പ്രോഡക്റ്റ് നമ്മൾ 3000 രൂപ മേടിച്ചാൽ 100 PV നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവും. ഇത് രൂപയുടെ മൂല്യം ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ്. ഇന്ത്യയിൽ മാത്രമല്ല, ബിസിനസ് ദുബായിലൊക്കെ ഉള്ളതുകൊണ്ടാണ്. അത് ഒറ്റയടിക്ക് തിരിച്ചു തരത്തില്ല. ഇങ്ങനെയാണ്, ഒരു PV ഒരു 30 സാധനം മേടിച്ചാൽ 5% നമുക്ക് തരും. അപ്പോൾ ആദ്യമായിട്ട് ആര് വന്നാലും എന്ത് കിട്ടും? 5% അത് കിട്ടും. അതൊരു 600 PV ആയി കഴിഞ്ഞാൽ 8%, അതൊരു 2400 PV ആയി കഴിഞ്ഞാൽ 12%, അത് എപ്പോഴാണോ 5500 PV ആയി കഴിഞ്ഞാൽ 16%. കുറച്ചുകൂടി കറൻസി പറയുകയാണെങ്കിൽ ഒരു 30 സാധനം മേടിച്ച് 5% കിട്ടും. അത് എപ്പോഴാണോ 12000 രൂപ ബിസിനസ് എത്തിക്കഴിഞ്ഞാൽ 8%, അത് എപ്പോഴാണോ 72000 രൂപ ബിസിനസ് എത്തിക്കഴിഞ്ഞാൽ 12%, അത് എപ്പോഴാണോ 1,65,000 ബിസിനസ് എത്തിക്കഴിഞ്ഞാൽ 16%. ഈ സന്തോഷം എന്താ പറയുക? ഇത് ഒറ്റയ്ക്ക് മേടിക്കണം ഒരു നിർബന്ധമില്ല. ക്ലിയർ? അതെന്ത് ചെയ്താൽ മതി? നമ്മൾ ഇൻട്രൊഡ്യൂസ് ആളുകൾ ഒരുമിച്ച് മേടിച്ചാൽ മതി. അതിന്റെ ഏറ്റവും സന്തോഷം, ഇത് ഓരോ മാസം നമ്മൾ മേടിക്കുന്നതും നമ്മൾ പരിചയപ്പെടുത്തിയ ആളുകൾ മേടിക്കുന്നതും ഇങ്ങനെ കൂട്ടി എത്തിയാൽ മതി. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഇപ്പൊ എല്ലാ മാസം നമ്മളൊരു 3000 രൂപ 5000 രൂപ സാധനം മേടിക്കുന്നുണ്ടെങ്കിൽ ഒരു വർഷം നമ്മൾ മിനിമം ഒരു 10,000 സാധനം മേടിച്ചിട്ടുണ്ടാവില്ലേ? അതിപ്പോ 10 വർഷം ആകുമ്പോഴേ. അപ്പൊ അങ്ങനെ ക്യുമുലേറ്റീവ് ആയിട്ട് വന്നാൽ മതി. അതായത് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ പ്രൊഡക്റ്റിനെ മേടിച്ചുകൊണ്ടിരുന്നാലും നമുക്ക് ഈ കമ്മീഷൻ പോകും. ഓക്കെ, അതിന് ഏറ്റവും നല്ല വഴി എന്താ? അതിന് കമ്പനി പറഞ്ഞൊരു വഴി, നിങ്ങൾ ഇതിനകത്ത് വന്നു ഒരാൾ പരിചയപ്പെട്ടു. പക്ഷെ അയാൾ പ്രൊഡക്റ്റ് തരില്ല. വെസ്റ്റീജ് കമ്പനി നമ്മുടെ പേരിൽ ബില്ലടിച്ച് പ്രൊഡക്റ്റ് തരും. വിന്നിംഗ് ടീം എന്നൊരു ഓർഗനൈസേഷൻ ഉണ്ട്. ഈ ബിസിനസ് ചെയ്യാനുള്ള വഴികളൊക്കെ അവർ പറഞ്ഞു തരും, ട്രെയിനിങ് ഒക്കെ തരും. എന്ത് മേഖലയിൽ ട്രെയിനിങ് വേണ്ടേ? അത് വേണം. ഓക്കെ, നമുക്ക് എനി എമൗണ്ട് പ്രോഡക്റ്റ് മേടിച്ചോണ്ട് ബിസിനസ്സിലേക്ക് വരാം. ഒരു 30 PV, ഒരു 1000, 1200 പ്രോഡക്റ്റ് മേടിച്ചാലും നമുക്ക് ഇതിനകത്ത് അംഗമാവാം. ഏറ്റവും നല്ലത് 3000 രൂപ മേടിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഫ്രീ പ്രോഡക്ട്സും കാര്യങ്ങളൊക്കെ കിട്ടും. അത്യാവശ്യം നമുക്ക് ഉപയോഗിക്കാനും നമ്മുടെ വേണ്ടപ്പെട്ട ഒന്നിനോട് കൊടുക്കാനുള്ള പ്രൊഡക്റ്റുകളാണ്. ഏറ്റവും വലിയ ഗുണം എന്താ പറയുക? നമുക്ക് എത്ര പേരെ വേണമെങ്കിലും ഈ ഷോപ്പ് പരിചയപ്പെടാം. ചെറുകല്ല, അവിടെ പോയി നല്ല സാരി കിട്ടി, നീ പോയി മേടിച്ചോളൂ എന്ന് പറയില്ലേ? എന്ന് പറഞ്ഞ പോലെ അവിടെ പറഞ്ഞാൽ അവർ മേടിച്ച് ഉപയോഗിക്കട്ടെ. നമുക്ക് കിട്ടിയ എല്ലാ ഡിസ്കൗണ്ട് ഓഫർക്ക് കിട്ടും. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പൈസ കമ്പനി തിരിച്ചു കൊടുക്കും. പക്ഷെ ഇത് ആരുടെ ബിസിനസ് ആയിരിക്കും? ഒന്ന് പറഞ്ഞതിന്റെ പേരിൽ നമ്മുടെ ബിസിനസ് ആയിരിക്കും.
ക്ലിയർ ആണോ? അപ്പൊ നമ്മൾ മേടിക്കുന്നു, നമ്മൾ അടുത്ത മാസം മേടിച്ച് ഉപയോഗിക്കുന്നു, ഇവര് മേടിച്ച് ഉപയോഗിക്കുന്നു, അവർ വീണ്ടും മേടിച്ച് ഉപയോഗിക്കുന്നു. അവർക്ക് സാമ്പത്തികമായ ലാഭം ഉണ്ടെങ്കിൽ അവരവരുടെ ഫ്രണ്ട്സിനോട് പറയത്തില്ലേ? അവർക്ക് എക്സ്ട്രാ ഇൻകം വേണമെങ്കിൽ, ഒരു വീട് വേണമെങ്കിൽ, കാർ വേണമെങ്കിൽ അതിനെ സഹായിച്ചു കൊടുത്താൽ പോരെ. അപ്പൊ നമുക്ക് പറയാൻ അറിയില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ മുകളിൽ വേറെ ലീഡേഴ്സിന്റെ ടീം വർക്കാണ്, കൂടെ നിൽക്കുന്നതിനെ വിജയിപ്പിച്ചുകൊണ്ട് മാത്രം വിജയിക്കാൻ പറ്റിയ ഓപ്പർച്യൂണിറ്റി ആയതുകൊണ്ട് നമ്മൾ സഹായിക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ മേടിക്കുന്നത്, ഇവര് മേടിക്കുന്നത്, എന്നാണോ 1,65,000 ബിസിനസ് എത്തുന്നത് അന്ന് നമ്മൾ 16% ക്ലിയർ ആയോ? ഇനി വേണ്ട, നമ്മൾ ഒറ്റയ്ക്ക് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ ഒരു പ്രോഡക്റ്റ് മേടിച്ചുകൊണ്ടിരുന്നാൽ എന്തെങ്കിലും 16% അങ്ങനെ എത്തിയാൽ കമ്പനി നമുക്കൊരു പൊസിഷൻ തരും. അതിന്റെ പേരാണ് ബ്രോൺസ് ഡയറക്ടർ. കമ്പനിന്ന് ആദ്യമായിട്ട് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നത് മാത്രമല്ല, കമ്പനിയുടെ ഒരു മൂന്നാമത്തെ വരുമാനം തരും. ഡയറക്ടർ ബോണസ് 5%, നാലാമത്തെ വരുമാനം ടീം ബിൽഡിംഗ് ബോണസ് 3%. ഇനി പ്രത്യേകം എന്താ പറയുക, സ്ഥിരമായിട്ട് കമ്പനിയുടെ ടോട്ടൽ ടേൺ ഓവറിന്റെ ഒരു വിഹിതം കൂടി സാലറി എന്നൊക്കെ പറഞ്ഞപ്പോൾ മിനിമം ഒരു 10,000 രൂപ വരുമാനം കിട്ടാൻ പറ്റിയ പൊസിഷനാണ്. ഈ ചേച്ചി കഴിഞ്ഞ മാസമായി എത്ര വേണ്ടി? ആ ചേച്ചി എന്തെങ്കിലും ജോലിക്ക് വരാനായിരുന്നോ? അതായത് ആ ചേച്ചി എന്താ ചെയ്ത്, ആ ചേച്ചി ജോലി റിസൈൻ ചെയ്തിട്ടില്ല. ആ ചേച്ചി ആദ്യം വീട്ടിലേക്ക് ആവശ്യമായ പ്രോഡക്റ്റ് മേടിച്ച് ഉപയോഗിച്ചു, അവിടെ വീട്ടിൽ ഉപയോഗിച്ചു, കൊള്ളാം എന്ന് തോന്നിയപ്പോൾ 1-2 ഫ്രണ്ട്സിനോട് പറഞ്ഞു, ഉപയോഗിക്കാൻ വേണ്ടി പറഞ്ഞു, അങ്ങനെ ടേൺ ഓവർ വർദ്ധിച്ചു. അപ്പോൾ അവരിതിപ്പോൾ മറ്റുള്ളവരോട് പറഞ്ഞു, അവർ മേടിച്ച് ഉപയോഗിച്ചപ്പോൾ കഴിഞ്ഞ മാസം ബ്രോൺസ് ഡയറക്ടറായി കമ്പനിയുടെ ഈ 4 വരുമാനം കിട്ടി. ഒരു 8,000 രൂപ കിട്ടി കഴിഞ്ഞാൽ മോശമാണ്. ഈ 8,000 രൂപ കിട്ടാൻ വേണ്ടി ഇപ്പം എത്ര കഷ്ടപ്പെടുന്നത്? അത് കറക്റ്റായി കിട്ടുന്നുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കി. നല്ലതല്ലേ? ഇത് കറക്റ്റ് 10-ാം തീയതി കിട്ടിയില്ലേ? ഓക്കെ, ഇവിടെ വരെ നമുക്ക് ഒറ്റയ്ക്ക് എത്താം. പക്ഷെ ഇനി മുന്നോട്ട് പോകണമെങ്കിൽ ഈ കമ്പനിക്ക് ഇനിയുണ്ട് 6 വരുമാനം. അത് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ കൂടെ വന്നവരെ സഹായിക്കണം. ലോകത്ത് ഒരു സ്ഥലത്തും കാണാത്തൊരു കാര്യമാണ് കൂടെ വന്നവരെ സഹായിച്ചുകൊണ്ട് രക്ഷപ്പെടാൻ പറ്റിയ മാർഗം അല്ലേ? ഞാനൊരു കമ്പനിയുടെ മാനേജർ ആണെങ്കിൽ വേറെ ആൾ വന്നാൽ ഞാൻ മാനേജർ സ്ഥലം മാറി കൊടുക്കേണ്ടി വരും അല്ലേ? പക്ഷെ ഇതിന് പ്രത്യേകം അറിയാം, ഒരു കുടുംബത്തിലേക്ക് വരുമാനം എത്തിച്ചു കൊടുത്താൽ അവർ സഹായിച്ച് അവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്താൽ നമ്മുടെ ബേസ് ഇവിടെ വരുമാനം ഇനിയും കൂടും. 5ാമതൊരു വരുമാനം കിട്ടും, എല്ലോഗിന് ഒരു വരുമാനം കിട്ടും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം, എല്ലാ വർഷവും 2 വിദേശ ട്രിപ്പ് കിട്ടും. ഒരു കുടുംബത്തിലേക്ക് വരുമാനം എത്തിച്ചു കൊടുത്താൽ 10-25,000 രൂപ വരുമാനം കിട്ടും. ഒരു വർഷം 2 ഏഷ്യൻ ട്രിപ്പ് കിട്ടും. 1 രൂപ കൊടുക്കാണ്ട് ഫാമിലി ആയിട്ട്. നല്ല കാര്യമാണോ? ആണോ ഇല്ലയോ? 17 വർഷം ഞാൻ ജോലിക്ക് പോയിട്ട് വിദേശ ട്രിപ്പിനെ ചിന്തിച്ചിട്ട് പോയി. കാരണം എന്താ, 3 നാട്ടിൽ പോകാൻ പറ്റില്ല, പിന്നെയാണ് വിദേശം. ക്ലിയർ ആണോ? പക്ഷെ ഇതിപ്പോൾ കഴിഞ്ഞ സെപ്റ്റംബറിൽ ഞാൻ സൗമ്യയും എൻ്റെ കൂടെ 25 പേരുണ്ടായിരുന്നു. അതിനകത്ത് 68 വിസ ചേച്ചിണ്ടാവും. ഒക്കെ തായ്ലൻഡിൽ പോയിട്ടില്ല, 1 രൂപ നമ്മൾ കൊടുത്തിട്ടില്ല. ഇനി ഈ വർഷം അടുത്ത വർഷം കൊണ്ട് 1 വർഷം 2 വേൾഡ് ട്രിപ്പാണ്, ഏഷ്യൻ ട്രിപ്പ്. നല്ല കാര്യമല്ലേ? അതിനുപരിയായിട്ട് ഈ കുടുംബത്തിലേക്ക് വരുമാനം എത്തിച്ചു കൊടുക്കും. അവരുടെ പ്രാർത്ഥന പോലെ നമുക്ക് സന്തോഷമായിരിക്കും അല്ലേ? ആണല്ലോ? ഓക്കെ, ഈ 2 പേര് വന്നാൽ നമ്മുടെ ഒരു ഗോൾഡ് ഡയറക്ടർ എന്നാണ്. വരുമാനം ഇനിയും കൂടും. 3 പേര് വന്നാൽ നമ്മുടെ പേര് സ്റ്റാർ ഡയറക്ടർ എന്നാണ്. സ്റ്റാർ ഡയറക്ടർ ആയി കഴിഞ്ഞാൽ നമുക്ക് കാർ മേടിക്കാൻ ഫണ്ട് വരും. എല്ലാ വർഷവും എല്ലാ മാസവും 80,000 രൂപ വരെ കമ്പനി വരും. അങ്ങനത്തെ ഒരു ഫണ്ട് ഉള്ളതുകൊണ്ടാണ് ഞാൻ കാർ മേടിച്ചത്. എൻ്റെ ടീമിൽ 23 പേര് കാർ മേടിച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ ലീഡറായിട്ട് നിൽക്കുന്ന 68 വയസ്സുള്ള സതീദേവി എന്ന് പറഞ്ഞ ചേച്ചിയാണ്. ഈ കോവിഡ് സമയത്ത് 2022 13 ലക്ഷം എക്കോസ്പോർട്ട് കാർ മേടിച്ചു. ആ ചേച്ചി ബേസിക്കലി 10ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ളൂ. എൻ്റെ അമ്മയേക്കാൾ കൂടുതൽ പ്രായമുണ്ട്. ഞാൻ ആ ചേച്ചി ഒരേ പൊസിഷനിലാണ്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും? ഈ ബിസിനസിൻ്റെ പവർ കൊണ്ടല്ലേ. വിദ്യാഭ്യാസ യോഗ്യതയോ കഴിവോ ആണോ പെണ്ണോ ഒന്നുമല്ല, ഇത് സീരിയസ് ആയിട്ട് കണ്ടുകൊണ്ട് മാത്രമാണ്. ഓക്കെ, ഇനി 4 പേര് വന്ന ഡയമണ്ട് ഡയറക്ടർ. എല്ലാ വർഷവും ഈ 2 ട്രിപ്പ് കൂടാതെ ഒരു യൂറോപ്യൻ ട്രിപ്പും കൂടി തരും. ഈ വരുന്ന സെപ്റ്റംബറിൽ കമ്പനി പോകുന്നത് സ്വിറ്റ്സർലൻഡിനാണ്. ഇന്ന് നിൽക്കാൻ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അതിന് വേണ്ടി പോകാം. ഇനി 5-6 പേര് വന്ന നമ്മുടെ ഒരു ക്രൗൺ ഡയറക്ടറാണ്. ക്രൗൺ ഡയറക്ടർ ആയി കഴിഞ്ഞാൽ 6 കുടുംബങ്ങൾക്ക് വരുമാനം എത്തിയാൽ മിനിമം 1 ലക്ഷം രൂപ വരുമാനം കിട്ടും. വീട് വെക്കാൻ വേണ്ടി ഒരു മാസം 1 ലക്ഷം രൂപ കിട്ടും. എൻ്റെ ചോദ്യം ഇതാണ്, 1 ലക്ഷം രൂപ മാസം EMIക്ക് വേണ്ടി. EMI ആകുമ്പോൾ നമ്മൾ മിനിമം ഒരു 1 കോടി രൂപയ്ക്ക് ലോൺ എടുക്കേണ്ടി വരില്ലേ? അല്ലെങ്കിൽ തരുമോ? പ്രായം, ആസ്തി, സ്ഥലത്തിന്റെ വില, എന്തൊക്കെ നമ്മൾ എഴുതി കൊടുക്കണം. ഇന്ന് ഇപ്പോൾ ഇത് ക്വാളിഫൈ ചെയ്ത ചേച്ചിക്ക് വാടക വീടാണെങ്കിൽ വാടക വീടിന്റെ കാശ് കിട്ടും. സ്വന്തമായിട്ട് സ്ഥലം മേടിക്കാം, അല്ലെങ്കിൽ ലോൺ അടയ്ക്കാം. എന്നാൽ ഒരു മാസം 1 ലക്ഷം രൂപ കിട്ടുമ്പോൾ എന്ത് സന്തോഷമുള്ള കാര്യമാണ്. പണ്ട് ഞാൻ സ്വാമി കൂടി ജോലിക്ക് പോകുമ്പോൾ ഞങ്ങൾക്കൊരു വരുമാനമുണ്ട്. ഇല്ല എന്നല്ല, വരുമാനമുണ്ട്. പക്ഷെ ഒരു വരുമാനമേ ഉള്ളൂ. 30ാം തീയതി എനിക്ക് സാലറി കിട്ടും, സ്വാമിക്ക് 2ാം തീയതി സാലറി കിട്ടും. പക്ഷെ സവാള കയ്യിലിരിക്കണ പോലെ. സവാളയുടെ പ്രത്യേകത, സവാള ഇങ്ങനെ തൊണ്ടിങ്ങനെ കളഞ്ഞ് എന്താ ഈ പ്രത്യേകത? ലാസ്റ്റ് ആകുമ്പോൾ സവാള തീരത്തില്ല, പക്ഷെ കണ്ണീരുടെ വെള്ളം വരില്ലേ. ഇത് എന്നെ സാലറി കിട്ടുന്നു. പാല് 10 കേബിൾ, കൊച്ചിൻ്റെ ഫീസ് 1 ഫീസ്. അപ്പോൾ ഒരാൾ കല്യാണം വിളിക്കാൻ വന്ന് അത് കൊടുക്കാം. ഒരാൾ ഒരു 100 വിളിക്കാൻ വന്ന് കുട്ടിമോദനം മേടിക്കണമെങ്കിൽ 1000 രൂപ വേണം. 10ാം തീയതി ആകുമ്പോൾ സാലറി കിട്ടും, കണ്ണീരും വരും. സ്വർണ്ണം അങ്ങനെയല്ലേ? എൻ്റെ വീട്ടിലങ്ങനെയാണ്. സാലറി കൊടുക്കുന്നില്ല, ചിലവ് കൊടുക്കും. ഇതിന് പ്രത്യേകം അറിയാമോ? വീട് വയ്ക്കാൻ പ്രത്യേകം കാശ്, കാറ് മേടിക്കാൻ പ്രത്യേകം കാശ്, വേൾഡ് ട്രിപ്പ് വേറെ സമ്പാദ്യം. പിന്നെ ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുന്നു. ഇതിന്റെ പ്രത്യേകം എന്താണ്? സ്വന്തമായിട്ട് ഞാൻ എവിടെയെങ്കിലും പറഞ്ഞാൽ നിങ്ങളോട് ഒരു കടമുറി വാടകയ്ക്ക് എടുക്കാൻ
സ്വന്തമായിട്ട് പ്രൊഡക്റ്റ് നിർമ്മിക്കാൻ, ഒരു മുനിസിപ്പൽ ലൈസൻസ് എടുക്കാൻ, ഒരു സ്റ്റാഫിനെ വെക്കാൻ, ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ആ കൂടി ചോദിച്ചു, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിജയം ആഗ്രഹിക്കുന്നുണ്ടോ? അത് പല രീതിയിലായിരിക്കും, പണമായിട്ടോ നാടായിട്ടോ വീടായിട്ടോ, അല്ലെങ്കിൽ കുട്ടികളുടെ വിദ്യാഭ്യാസമായിരിക്കും. അതിന് ചെയ്യുന്ന ജോലിക്കൊപ്പം ഏതോ ഷോപ്പിൽ നിന്ന് മേടിച്ച് ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ് ഈ ഷോപ്പ് എന്ന് പറഞ്ഞ് മേടിച്ച് ഉപയോഗിക്കാനുള്ള ഒരു റീസൺ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ പറ്റിയ പ്രൊഡക്റ്റാണ്. രണ്ടാമത് നിങ്ങളുടെ വേണ്ടപ്പെട്ട ഒരാളാണ് പറഞ്ഞത് അല്ലേ, അവരെന്തായാലും മോശമായിട്ട് പറയത്തില്ല, അവർ മേടിച്ച് ഉപയോഗിച്ച പ്രോഡക്റ്റും കൂടിയാണ്. അതും പോയിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആ ചിക്കന് ചീത്ത പറയേണ്ട, പൈസ തിരിച്ചു തരും. പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ, നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണമൊക്കെ വന്നാൽ, നിങ്ങൾക്ക് നിങ്ങളുടെ വേണ്ടപ്പെട്ടവരോട് പറഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി പറ്റും. ഇന്ന് ഞാൻ പറഞ്ഞില്ലേ, 4ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള ആയിഷ എന്ന് പറഞ്ഞ ഇത്തേക്ക് 5 ലക്ഷം രൂപ വരുമാനം മേടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് മേടിക്കാൻ പറ്റും അല്ലേ? അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഞാൻ പറഞ്ഞു, ഒരു രൂപ പണം വയ്ക്കുന്ന കാര്യം പറഞ്ഞു, ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞു, വേറെ ഒന്നും പറഞ്ഞില്ല. ഏറ്റവും നല്ല കാര്യം ഓട്ടോ ഡ്രൈവറൊക്കെ ഉണ്ട്. അപ്പം ഏറ്റവും വലിയ പ്രത്യേകത, നമ്മൾ എപ്പോഴെങ്കിലും മീറ്റിങ്ങിനൊക്കെ വരികയാണെങ്കിൽ ഇത് വ്യക്തമായിട്ട് മനസ്സിലാവും. ഇനി പിന്നെ നിങ്ങൾ ആശാ പ്രവർത്തകരാണെങ്കിൽ സംഘം നമ്മൾ ഏറ്റവും കൂടുതൽ ഈ ഓരോ വീട്ടിൽ ചെല്ലുമ്പോൾ ആളുകൾക്ക് രക്തക്കുറവാണെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? അയൺ ആൻഡ് ഫോളിക്കിനെ പറ്റി പറയില്ലേ? പുറത്തു നിന്ന് മേടിക്കുന്ന മരുന്നുകൾ നല്ലതാണെന്ന് ചോദിച്ചാൽ നല്ലതായിരിക്കാം. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, ഞാൻ മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് ആ സമയത്ത് ഏറ്റവും കൂടുതൽ ലീഡിംഗ് ആയിട്ട് നമ്മൾ കുഴപ്പമില്ല, ഏറ്റവും കൂടുതൽ ലീഡിംഗ് ആയിട്ട് മാർക്കറ്റിൽ നിൽക്കുന്ന ഒരു ബ്രാൻഡാണ്. ഇതിന്റെ ഒരു ഒരെണ്ണത്തിന്റെ വില 3.25 രൂപ വരും. ഏറ്റവും നല്ല ബ്രാൻഡാണ്. ഞാൻ ബ്രാൻഡ് പറയല്ല, എന്തിനാ അവരുടെ കാര്യം പറയണം. ഇത് അയൺ ആൻഡ് ഫോളിക് ക്യാപ്സൂൾ, ക്ലിയർ ആണ്? ഓക്കെ, ഇത് നമ്മുടെ അയൺ ആൻഡ് ഫോളിക് ആണ്. ഇതിന്റെ 1/3 വില, ഇത് ഏകദേശം 9 രൂപ വില വരും, ഇത് 2.25 രൂപ വില വരും, 3 വില വരും. ഇതെന്താ സാധനം? ഈ കാന്തത്തിന് സാധാരണ എന്താ പിടിക്കുക? അയൺ ഫോളിക് കിട്ടുന്നത് ഞാൻ പറഞ്ഞല്ലോ, നല്ല ചീരയുടെ വിത്ത്, ചീരന്ന് കിട്ടും, ഇലക്കറികളിൽ നിന്ന് കിട്ടും, മുരിങ്ങന്ന് കിട്ടും. മുരിങ്ങ കൊണ്ടുപോയിട്ട് കാന്തം പിടിപ്പിച്ച് കാന്തം പിടിക്കുമോ? ഇല്ല, അത് ഇരുമ്പുമേലെ പിടിക്കുള്ളൂ. ഇത് നമ്മുടെ അയൺ ആൻഡ് ഫോളിക്കാണ്, അതായത് നല്ല പച്ച ചീരയുടെ എസൻസാണ്. ഇത് പിടിക്കുന്നുണ്ടോ? പിടിക്കുന്നുണ്ടോ? പക്ഷെ ഇത് ഇതാണ് നീ കാശുകൊടുത്ത് പിടിക്കുന്ന 9 രൂപ എടുത്ത് പിടിക്കുന്ന സാധനം. അപ്പൊ ഇതിനകത്ത് എന്തായിരിക്കും? ഒറിജിനൽ ഇരുമ്പല്ലേ? ഏറ്റവും കൂടുതൽ ഈ പ്രഗ്നന്റ് ആവുന്ന ലേഡീസിന് ഏറ്റവും കൂടുതൽ മലബന്ധം കണ്ടിട്ടുണ്ടോ? അവർക്ക് അസഡിക്ക് വരുന്നുണ്ടോ? അപ്പൊ ഈ ഇരുമ്പ് ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ ഇത് വരത്തില്ലേ? ഏറ്റവും കൂടുതൽ പൈൽസ് വരുന്ന സമയം അതുവരെ പാരമ്പര്യമായിട്ട് പോലും പൈൽസ് ഇല്ലാത്ത പെൺകുട്ടികൾക്ക് സമയത്ത് വരാറുണ്ടോ? വന്ന പിന്നെ മാറും. ഇതാണ് കാര്യം, കാശ് കൊടുത്ത് മേടിക്കുന്ന സാധനം. ഒക്കെ ശരിയാണ്. പണ്ടൊക്കെ ഞാൻ മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് ചെല്ലുന്ന സമയത്ത് ഡോക്ടർമാർ ചോദിക്കും ഈ കപ്പ് സിറപ്പ് എന്താണ്, കണ്ടന്റ് എന്താണ്. ഇന്ന് ഡോക്ടർമാരത് ചോദിക്കാറില്ല. എത്രണ്ണം കുറിച്ച് എന്ത് കിട്ടുമെന്ന് മാത്രമേ ചോദിക്കാറുള്ളൂ. കാരണം എന്താ? അവർക്ക് നമ്മൾ കസ്റ്റമർ അല്ലേ. ഇന്നിപ്പോ ഒരു ഡോക്ടർ ആവാൻ എത്ര കോടി വേണം ആലോചിച്ച് നോക്കി. തിരിച്ചു കിട്ടണമെങ്കിൽ എന്താ തിരിച്ചു കിട്ടണം? അതിന് ഒരു വഴിയുള്ളൂ. ഈ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത്ര സ്കാനിങ് കുറിക്കണം, ഇത്ര ബ്ലഡ് ടെസ്റ്റ് കുറിക്കണം, ഇത്ര ഓപ്പറേഷൻ ചെയ്യണം, അങ്ങനെയല്ലേ? അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാധനങ്ങളുടെ പ്രത്യേകത. ഇത് നമ്മൾ ഓരോ പ്രോഡക്റ്റും, ഇപ്പൊ കാൽഷ്യം എടുത്ത് നോക്കിയാൽ, സാധാരണ പുറത്തുനിന്ന് മേടിക്കുന്ന ഒരു കാൽഷ്യം നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ, സാധാരണ പൊടിച്ചിട്ട് നമ്മളൊരു എന്താ ചെയ്യണം? 2 ഗ്ലാസ്സിലേക്ക് ഇടണം. സാധാരണ പുറത്തുനിന്ന് മേടിക്കുന്ന കാൽഷ്യം കലക്കണം, നമ്മുടെയും കലക്കണം. അതിനധികം മഞ്ഞൾപ്പൊടി ഇട്ടാൽ അത് ചുവന്നു പോകും. എന്തിനോട് എന്ത് മഞ്ഞൾ ചേരുമ്പോഴാണ് ചുമക്കണേ? എന്തിനോട് എന്ത് ചേരുമ്പോൾ മഞ്ഞൾ? ചുണ്ണാമ്പിനോട് മഞ്ഞൾ ചേരുമ്പോഴാണ് ചുമക്കണേ. സ്വർണ്ണം മിക്ക അതിനും പറയാറില്ല, കാൽഷ്യം ഗുളിക ഞാൻ കഴിക്കാറില്ല, കഴിച്ചാൽ എനിക്ക് കിഡ്നി സ്റ്റോൺ വരുന്നു. എന്തോ കാര്യം? ഇത് ശരീരം അബ്സോർവ് ചെയ്തില്ല. പക്ഷെ നമ്മുടെ നല്ല മഞ്ഞച്ചിരിക്കും. അതിന് പ്രത്യേകം എന്തായിരിക്കും? നല്ല ജെന്യൂൻ സോഴ്സ് ആണ്. ക്ലിയർ ആണോ? അല്ലേ? പണ്ടൊക്കെ നല്ല എല്ലാ സാധനങ്ങളും നല്ല ഔഷധ ഗുണമുള്ളതായിരുന്നു. ഇലക്കറികൾ, പച്ചക്കറികൾ, നല്ല വെള്ളം, നല്ല വായു എല്ലായിരുന്നു. ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രത്യേകത, ഇന്ന് ഏറ്റവും കൂടുതൽ അസുഖം ഉണ്ടാവാൻ കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ മെഡിസിൻസ് യൂസ് ചെയ്ത്. അതാണ് ചേട്ടാ, ഒരാൾക്കൊരു ക്യാൻസർ വന്നു, അത് റേഡിയേഷൻ കഴിഞ്ഞ് കീമോ കഴിഞ്ഞു, ആ ക്യാൻസറിനെ കില്ല് ചെയ്തു. പക്ഷെ എന്തുകൊണ്ടാണ് സ്പ്രെഡ് ചെയ്യാൻ കാരണം? ഈ കത്തിക്കാൻ ഉപയോഗിച്ച് വെടിമരുന്ന് തൊട്ടടുത്ത് നിൽക്കുന്ന കോശങ്ങൾ കിടപ്പുണ്ടാവും. അതെന്ത് ചെയ്യും? വീണ്ടും ഡാമേജ് ചെയ്യും. പക്ഷെ നല്ല മഞ്ഞൾ, നല്ല കുർക്കുമിൻ ഉപയോഗിക്കുകയാണെങ്കിൽ അതൊക്കെ പുറത്തേക്ക് പോകും, അവർക്ക് വേണ്ടി സ്പ്രെഡ് ചെയ്യത്തില്ല. നല്ല ആന്റി ഓക്സിഡന്റ് ആണ്. ഇന്ന് ശ്രീജിത്തിലെ ശരിക്കും മറ്റേ കീമോക്ക് വരെ ഉപയോഗിക്കുന്നത് എന്താണ്? കുർക്കുമിനാണ്. ഇന്നത്തെ പേപ്പറിൽ കണ്ടില്ല, ചേട്ടനല്ലേ പോസ്റ്റ് ചെയ്തേ. എന്തൊക്കെ പഠനങ്ങളാണ്. ഞാൻ പറഞ്ഞു വന്ന കാര്യം, നമ്മുടെ ആരോഗ്യം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണോ? നമ്മുടെ കുടുംബത്തിന്റെ ആരോഗ്യം ഇമ്പോർട്ടൻ്റ് ആണോ?
അപ്പോൾ അതുകൊണ്ട് നമുക്ക് മെഡിസിൻ പരമാവധി കഴിക്കാണ്ടിരിക്കുക, നല്ല ഫുഡ് സപ്ലിമെന്റ്സ് മേടിച്ച് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ആരോഗ്യത്തോടെ ഇരിക്കാൻ വേണ്ടി പറ്റും. അത് ജെനുവിൻ പ്രോഡക്റ്റ് ആണ്. അതിലുപരി ഇന്ന് ഇത് മറ്റുള്ളവർക്ക് നല്ലതാണെന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ സാമ്പത്തിക പ്രശ്നം മാറാനും നമ്മുടെ സ്വപ്നങ്ങൾ ഫുൾഫിൽ ചെയ്യാൻ നല്ലതാണെങ്കിൽ നല്ല പ്രൊജക്റ്റാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ രണ്ടുപേരും ജോലി ചെയ്തിട്ട് കിട്ടാത്ത വരുമാനം ഞങ്ങൾ രണ്ട് പാർട്ട് ടൈം ആയിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ആദ്യത്തെ മാസം 465 രൂപ കിട്ടി, രണ്ടാമത്തെ മാസമായപ്പോൾ 3500 രൂപ കിട്ടി, മൂന്നാമത്തെ മാസമായപ്പോൾ 21,000 രൂപ കിട്ടി. ആ സമയത്ത് ഞാനും സൗമ്യയും ഞാൻ ജോലി റിസൈൻ ചെയ്തു. അടുത്ത മാസം 54,000 രൂപ കിട്ടി, സൗമ്യയും ജോലി റിസൈൻ ചെയ്തു. ഒരു കുഞ്ഞ് 19 വർഷം മിനിമം പഠിക്കുന്ന ഒരു ജോലി കിട്ടാൻ ആണല്ലോ. LKG മുതൽ 10 വരെ എത്രയായിരുന്നു? അത് കഴിഞ്ഞ് 2 വർഷം +2, പിന്നെ ഡിഗ്രി 3 വർഷം, MBA ആണെങ്കിൽ 5 വർഷം, അങ്ങനെയൊക്കെയല്ലേ. ഡോക്ടർ ആണെങ്കിൽ അതിൻ്റെ അപ്പുറത്തേക്ക്, MBBS ആണെങ്കിൽ ഒന്നും എല്ലാം അങ്ങനെയല്ലേ. അത് ജോലി കിട്ടുന്ന എന്താ ഉറപ്പുള്ളത്? ഞാൻ 3 വർഷം 2017, 18, 19, 3 വർഷം കഴിഞ്ഞപ്പോൾ ഒരാൾ ഡിഗ്രി പഠിക്കുന്ന സമയം കൊണ്ട് ഇത് 6 വർഷം മുമ്പ് ഞാൻ ചെയ്തപ്പോൾ 2019 ആയപ്പോൾ 2,32,000 രൂപ. പക്ഷെ സന്തോഷം എന്താ അറിയും? സൗമ്യക്ക് സന്ധിവാദം ഉണ്ടായി. ഞാൻ കൊണ്ട് കാണിക്കാത്ത ഒരു ഡോക്ടർമാർ പോലും ഇല്ല. ഇപ്പോൾ ഏറ്റവും ലാസ്റ്റ് കൊണ്ടുപോയി കാണിച്ച ഷെനായ ഡോക്ടറാണ്. അറിയില്ല ഇവിടെ വാദത്തിന് ചികിത്സിക്കുന്ന ഷെനായ ഡോക്ടർ, കെയർ ഹോസ്പിറ്റലിൽ. അത് അസുഖം വന്ന ഏറ്റവും കൂടുതൽ കുറച്ച് സ്ഥലമാണ്. പക്ഷെ ആ മരുന്ന് കഴിച്ചിട്ട് സൗമ്യക്ക് എനിക്കാൻ പറ്റില്ല. ഇരുമ്പവരെല്ലാം മറ്റേ ഫിസിഷ്യൻ സിജോ കുഞ്ഞിച്ചൻ എൻ്റെ ഫ്രണ്ടാണ്. ഞാൻ കൊണ്ടുപോയി കാണിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, എൻ്റെ പൊന്നി കഴിച്ചു ഇത് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്ന ഒരു കിഡ്നി പോകും. എൻ്റെ ആ ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത് അതെനിക്കറിയില്ല. ആ സമയത്താണ് വെസ്റ്റേജ് ബിസിനസ്സിലേക്ക് വന്നത്. ഈ പ്രോഡക്റ്റ് മേടിച്ച് ഉപയോഗിച്ചു. നല്ല നോനി ഫ്രൂട്ടിൻ്റെ ആ ഒരു എക്സ്ട്രാക്റ്റുകളുണ്ട്, ഫ്ലാക്സ് ഓയിൽ മേടിച്ച് ഉപയോഗിച്ചു. നിൽക്കണമല്ല അതെന്തറിയോ ഏറ്റവും വലിയ പ്രത്യേകം എന്താ അറിയോ? ഞാൻ സൗമ്യനെ കണ്ടു. ഞങ്ങളുടെ ലവ് മാരേജ് ആണ്. 2002 കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പം എത്ര വർഷമായി? 22 വർഷമായി. 9 വർഷം കഴിഞ്ഞിട്ടാണ് കല്യാണം കഴിച്ചത്. ഓക്കെ. പക്ഷെ ഞാൻ കണ്ടുകൊണ്ടിട്ട് അന്ന് പോലും സൗമ്യയ്ക്ക് ഒരു ജലദോഷം തുമ്മലും പനി ഞാൻ കണ്ടിട്ടില്ല. ജലദോഷം തുമ്മലും പനി എന്തിനു വേണ്ടിയാണ്? ടോക്സിൻസ് പുറത്തേക്ക് പോകാൻ വേണ്ടിയാണ്. അപ്പോൾ സ്വാഭാവികമായി സൗമ്യയുടെ ശരീരത്തിൽ ടോക്സിൻസ് പുറത്തേക്ക് പോകുന്നില്ല. അത് കല്യാണം കഴിഞ്ഞു, കുട്ടി ഉണ്ടായപ്പോൾ കുറച്ച് തടിയൊക്കെ വെച്ചു. പിന്നെ ഒരു പ്രസവരക്ഷയില്ലേ, ഏത് കുറച്ച് ആടിനെയൊക്കെ വേവിച്ചു കൊടുക്കൂല. അത് കാരണവന്മാർ ഉത്തരവാദിത്തമാണല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കി. അതായത് നമ്മുടെ വയറൊന്ന് വീർക്കുന്നുണ്ടാവും. സ്വാഭാവികമായിട്ടൊരു കുഞ്ഞുവാവ അങ്ങനെയല്ലേ. പണ്ട് തന്നെ അറിയില്ല, പ്രസവം കഴിയുമ്പോൾ തന്നെ നല്ല ചൂടുവെള്ളത്തിൽ കുളിപ്പിക്കും. നല്ല ചൂടുവെള്ളം ഇവരെ തോർത്ത് തന്നെ വലിച്ചു കെട്ടും. എന്നിട്ട് മിറ്റടിക്കാൻ വേണ്ടി പറയുന്നത് എന്തിനു വേണ്ടിയാ? വയറ് കുറയാൻ വേണ്ടിയാണ്. ഓക്കെ. വയറ് കുറയാനുള്ള എക്സസൈസ് എന്താണ്? ഒന്നിങ്ങനെ, പിന്നെ ഇങ്ങനെ. സ്വർണം ഇത് രണ്ടുപേരും തന്നെയല്ലേ അല്ലേ? ഇന്നാണെങ്കിൽ അനങ്ങേക്കരുന്ന് പറയും. സിസേറിയനാണ്, ചിച്ചു വിട്ടുപോകും, അത് വിട്ടുപോകും എന്നൊക്കെ പറയും. അനക്കത്ത് പോലുമില്ല. ഈ പ്രസവരക്ഷ കഴിയും. ഈ കൊഴുപ്പ് എവിടെ വന്ന് അടിയുക? സുഹൃത്തുക്കളെ ഇവിടെയാണ്. ജന്മത്തെ വയറ് കുറയോ? വയറ് എന്ന് പറഞ്ഞാൽ അത് അസുഖത്തിന്റെ ലക്ഷണമാണോ? പാൻക്രിയാസ് ഇവിടെ, ലിവർ, കിഡ്നി ഇവിടെ, ഇതെല്ലാം കൂടി അടിഞ്ഞുകൂടും. സ്വർണം ശരിയല്ലേ? ഒരാൾ ആരോഗ്യമാണെന്ന് ഇവിടുത്തെ അളവല്ലേ നോക്കണേ അല്ലേ? പണ്ടുള്ള പെങ്കൊച്ചുങ്ങളിൽ രവിവർമ്മ ചിത്രം വരയ്ക്കുമ്പോൾ ഇവിടെ ഇങ്ങനെയാണ്. ഒരു സാരി എടുക്കുമ്പോൾ ഷേപ്പ് കെട്ടണമെങ്കിൽ ഷൈച്ചിട്ട് എന്ത് വേണം? എന്തുകൊണ്ട് ഷേപ്പുകൾ ഉടുപ്പിടാത്ത? ശരിയാണോ ഇല്ലയോ? അത് സൗന്ദര്യം മാത്രമല്ല. ക്ലിയർ? ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇതായിരുന്നു കാര്യം. പക്ഷെ സൗമ്യക്ക് പ്രസവരക്ഷ കഴിഞ്ഞു, മുടി കൊഴിച്ചിൽ വന്നു, പീരീഡ്സിന്റെ കംപ്ലൈന്റ് ആയി. പിന്നെ ആള് രാവിലെ എൻ്റെ കൈ ഇങ്ങനെ നിവരത്തില്ല, അസുഖം, ബുദ്ധിമുട്ട്, പീരീഡ്സ് കറക്റ്റ് ആവുന്നില്ല. പിന്നെ എന്നോട് ദേഷ്യം, ഹോർമോൺ ബാലൻസ് തെറ്റി. അങ്ങനെ എന്നപ്പോഴാണ് ഈ ബിസിനസ്സിലേക്ക് വന്നത്. ഇപ്പൊ ആള് ക്ലിയർ ആയല്ലോ. ഞങ്ങൾ ഫാമിലിയായിട്ട് ബിസിനസ് ചെയ്യുന്നു. സ്നേഹിച്ച് നടന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച് ഒരുമിച്ച് നടക്കാൻ വേണ്ടിയാണ്. ജോലിക്ക് പോകുമ്പോൾ സൗമ്യയുടെ വഴി, എനിക്ക് എൻ്റെ വഴി അതായിരുന്നു. ഒരു 7 മണിയാകുമ്പോൾ സൗമ്യ വിളിക്കും. ഞാൻ ഏതെങ്കിലും ഡോക്ടർമാരെ കാത്തിങ്ങനെ ഇരിക്കുകയായിരിക്കും. അപ്പോൾ സൗമ്യ വിളിക്കുമ്പോൾ സുഖമാണെന്ന് ചോദിക്കാൻ വേണ്ടിയല്ല, ഇതിനു വേണ്ടിയാണ്. ഞാൻ ചോദിക്കും, എന്നാ വിളിക്കണ്ടേ? ഞാൻ ചോദിക്കാം. നീ മേടിക്കാൻ നമ്മൾ വിളിക്കാറുള്ളൂ. ഒന്നാമത് നമുക്ക് ഇവിടുന്ന് കമ്പനിയിൽ തെറി, ഡോക്ടറെ കാണുമ്പോൾ തെറി, ആ തെറി ഈ തെറി, എൻ്റെ ടാർഗറ്റ് ഒക്കെ ഒന്നും ഇല്ലാന്ന് ഇരിക്കുകയായിരിക്കും. അപ്പോൾ ഞാൻ ചോദിക്കും, അത് പച്ചക്കറി ഇന്നലെ മേടിച്ചതല്ലേ? അപ്പോൾ സൗമ്യ പറയും, ഞാൻ പുഴുങ്ങി തിന്നുകയല്ല. എന്തായാലും കാരണം സൗമ്യ വൈകുന്നേരം വരെ സ്കൂളിൽ പോയി കുഞ്ഞുങ്ങളെ നോക്കി വൈകുന്നേരം വന്നാൽ ഓരോ കുഞ്ഞുങ്ങളുടെ അമ്മ വിളിക്കും, എൻ്റെ കുഞ്ഞ് കരഞ്ഞായിരുന്നോ? എൻ്റെ കുഞ്ഞ് തുമ്മലുണ്ടായിരുന്നോ? ഇതൊക്കെ ആൻസർ ചെയ്തില്ലെങ്കിൽ നാളെ അവിടെ സ്കൂളിൽ കംപ്ലൈന്റ് വരും. അതിനെ കുഞ്ഞു അപ്പോൾ കൊച്ചു അമ്മയെ എന്ന് വിളിക്കുന്നുണ്ട്, അതിനോട് ചൂടാവും. അപ്പോൾ അതിനൊക്കെ ഞാൻ വിളിച്ച് എന്തായിരിക്കും? ഇനി എന്തെങ്കിലും കാരണവശാൽ ചൂടായി കഴിഞ്ഞാൽ ആ കംപ്ലൈന്റ് തീർക്കാൻ, ആ വഴക്ക് തീർക്കാൻ വേണ്ടി ഒരു 1 ഡേ ട്രിപ്പ് ഉണ്ടാവും, 2000 രൂപ ചിലവ്. അതുകൊണ്ട് എന്ത് ചെയ്യും? ഇടി വെട്ടുമ്പോഴും അപ്പോൾ ഒച്ചപ്പാടുണ്ടാവും. മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യണത് നല്ലതാണോ? പിന്നെ ഇതായിരുന്നു ജീവിതം. ഇപ്പൊ എന്ത് സന്തോഷമാണോ അല്ലേ? സന്തോഷമാണോ ഇല്ലയോ? ഇതല്ലേ ജീവിതം എന്ന് പറഞ്ഞാൽ. പരസ്പരം കാണാൻ പറ്റുന്നുണ്ട്, സ്വന്തമായിട്ട് ജീവിക്കാൻ പറ്റുന്നുണ്ട്. ഒരു ആവറേജ് ഒരു 1.25 ലക്ഷം രൂപ വരുമാനമുണ്ട്. എൻ്റെ നാട്ടിൽ നിന്നുകൊണ്ട് ഇന്നലെ സൗമ്യയുടെ ബർത്ത്ഡേ ആയിരുന്നു, അടിപൊളിയല്ലായിരുന്നു അല്ലേ? നമ്മളെല്ലാവരും കൂടി ആഘോഷിച്ചു. വീട്ടിൽ സൗമ്യയുടെ അച്ഛനും അമ്മയും വന്നു. സത്യം പറഞ്ഞാൽ പണ്ട് ജോലിക്ക് പോവാണെങ്കിൽ ലഡു മേടിക്കാൻ പോലും എന്തെങ്കിലും കാശുണ്ടാവില്ല. സ്വാഭാവികമായിട്ട് അവൾ ആഗ്രഹിക്കത്തില്ല. ഒരു പിറന്നാൾ വന്നിട്ട് ഒരു ഉടുപ്പ് പോലും എനിക്ക് മേടിച്ച് തന്നിട്ടില്ലല്ലോ. എനിക്കന്ന് കഴിയില്ലായിരുന്നു.
ഇന്നലെ ഞാൻ സൗമ്യ ഇഷ്ടമുള്ളവർ മേടിക്കാൻ പറഞ്ഞു, ഇപ്പൊ വേണ്ട. ആ ജീവിതം എനിക്ക് തന്ന ഈ ബിസിനസ്സാണ്. എൻ്റെ കുഞ്ഞിന് ശരിക്കും പറഞ്ഞാൽ അവൾക്ക് ജനിച്ച അന്ന് മുതൽ അവൾക്ക് ശ്വാസം മുട്ടലുണ്ടായിരുന്നു. നല്ല തടി കുട്ടിയാണ്. പെരുമ്പാവൂര് നാദിഷ ഡോക്ടർ ഏറ്റവും നല്ല പീഡിയാട്രീഷ്യനാണ്. വെളുപ്പിന് 4 മണിക്ക് എഴുന്നേറ്റിട്ട് വേണം ഞാൻ പോയി ചീട്ട് എടുക്കാൻ. കുറെ ആൾ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് വലിവാണ് നിജു, ഇനി മാറത്തില്ല, ഹെയലർ ഉപയോഗിക്കണം. പെൺകൊച്ചിന് ഹെയലർ ഉപയോഗിച്ചുള്ള അവസ്ഥ എന്തായിരിക്കും? സ്റ്റിറോയിഡാണ്, തടി വരും. സ്വാഭാവികമായും കോവിഡ് വന്ന സമയത്ത് ഒരു 2.5 വർഷക്കാലം സ്റ്റോയിഡ് ഉപയോഗിച്ചു. പക്ഷെ കഴിഞ്ഞ 6-5 വർഷമായിട്ട് കൊച്ചിത് ഉപയോഗിക്കുന്നില്ല. വലിവ് കംപ്ലീറ്റ് മാറി ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ച് തന്നെയാണ് കേട്ടോ. പക്ഷേ ഈ സ്റ്റിറോയിഡ് ഉപയോഗിക്കുന്ന സൈഡ് എഫക്ട് എന്ന് വെച്ചാൽ ഈ കോവിഡ് വന്ന് വീട്ടിലിടുന്ന സമയത്ത് ഇങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയല്ലേ. 2021 ഇന്ന് എൻ്റെ കൊച്ചിൻ്റെ വയസ്സ് 14 വയസ്സാണ്. 12 വയസ്സിൽ കൊച്ചിൻ്റെ തൂക്കം 72 കിലോ, സൗമ്യകായം പൊക്കം വണ്ണം. ഞാൻ ഈ വെസ്ലിൻ ക്യാപ്സ്യൂൾ ഒഴിച്ചു. അതോടൊപ്പം തന്നെ കുഞ്ഞിന്റെ ആ ഒരു പ്രായത്തിലുള്ള ആൾക്കാർക്ക് പീരീഡ്സ് വരുമ്പോൾ അപാര വേദനയായതുകൊണ്ട് ഇവരും സംസാരിക്കത്തില്ല. കൊച്ചിന് ഒന്നും സൗമ്യോട് എന്ത് പറയും, അമ്മ എനിക്ക് പേടിയായിട്ടുള്ളൂ. ഞങ്ങൾക്കും പേടി, കാരണം കൊച്ചിന് തടിയില്ലേ, ഇത് കറക്റ്റാണെന്ന് അറിയത്തില്ലല്ലോ. പക്ഷേ ഈ പ്രൊഡക്റ്റുകൾ കൊടുത്തു, ശതാവരി കൊടുത്തു, അയൺ ആൻഡ് ഫോളിക് കൊടുത്തു, ഫ്ലാക്സ് ഓയിൽ കൊടുത്തു. കൊച്ചിന്റെ ശ്വാസം മുട്ടിൽ മാറിയെന്ന് മാത്രമല്ല, കറക്റ്റ് 13 വയസ്സ് തികയുന്ന മാസം പീരീഡ്സ് ആയി കൊച്ചുമില്ലാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു മനസ്സിലായി? എൻ്റെ ജീവൻ, എൻ്റെ 2 കണ്ണല്ല എൻ്റെ വൈഫ്, എൻ്റെ കുഞ്ഞും, അവരുടെ ജീവൻ തിരിച്ചു തന്ന ഈ പ്രോഡക്റ്റിനെ പറ്റി ഞാൻ പറയണം വേണ്ടി. അത് പറഞ്ഞാൽ എനിക്ക് ജീവിക്കാനുള്ള വഴിയും കൂടി കിട്ടുന്നുണ്ടെങ്കിൽ ഇതല്ലേ നല്ല ബിസിനസ്. പണ്ട് ഒരു പാരസെറ്റമോൾ കൊടുത്താൽ 8 തരത്തിലുള്ള സൈഡ് എഫക്റ്റ് ഉണ്ടാവുന്ന അറിഞ്ഞിട്ട് പോലും അത് പ്രൊമോട്ട് ചെയ്യുകയും ഒരു കപ്പ് സിറപ്പ് അറിയാണ്ട് ഒരു സ്വർണ്ണമാലയ്ക്ക് ചാടി കഴിഞ്ഞാൽ ആ സ്വർണ്ണമാല വെളുത്തു പോകുന്നത് നമുക്കറിയാണല്ലോ. എന്തുകൊണ്ട് കപ്പ് സിറപ്പ് വെച്ചിട്ട് വണ്ടി ഓടിക്കില്ല എന്ന് പറയാനുള്ള റീസൺ ഉറങ്ങിപ്പോവും അല്ലേ? ആണല്ലോ അല്ലേ? 8 പാരാസെറ്റമോൾ കഴിച്ചാൽ തീരുമാനമാവും. അയ്യോ ഞാൻ അങ്ങനെ പറഞ്ഞല്ല കേട്ടോ, അതിന് മുമ്പ് ഉപയോഗിച്ചേക്കില്ലേ, അതുവരെ ആണ്. ഇത് നല്ല കാര്യമല്ലേ? നമ്മുടെ മുമ്പിൽ വന്ന ആളുടെ ആരോഗ്യ സമ്പത്ത് ഒരുപോലെ സംരക്ഷിക്കാനും ജീവിക്കാൻ പറ്റും. ഏറ്റവും നല്ല. എൻ്റെ അമ്മയ്ക്ക് കാലിന് വെരിക്കോസ് വെയിൻ ഉണ്ടായിരുന്നു. ഈ എല്ലാവരും ഫുഡ് പാച്ച് ഉപയോഗിച്ചു ആൾ ക്ലിയർ ആയാലും ഒരുപാട് മാറ്റം. ഓക്കെ, എൻ്റെ മൊബൈലിൽ അപ്പം ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇത്രയും ബെസ്റ്റായ പ്രോഡക്റ്റുകളാണ്. ഇതുവരെ ഞാൻ നിങ്ങളോട് ഒരു രൂപ നഷ്ടപ്പെടുന്ന കാര്യം